അത് പിന്നീട് ഒരു വിശ്വാസ പ്രശ്നമായും ആചാരലംഘനമായും വികാസം പ്രാപിച്ചെങ്കിലും സാങ്കേതികമായി RSS പോലും ആദ്യം സ്വാഗതം ചെയ്തൊരു സുപ്രീം കോടതി ഉത്തരവാണ് യുവതീ പ്രവേശനത്തിൽ പടഹധ്വനിയുമായി ഇറങ്ങിയ സംഘടനകൾക്ക് മൊത്തം എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അതിന്റെ നേതൃസ്ഥാനീയർക്ക് വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കും നാടുഞെട്ടിയൊരു ക്ഷേത്രക്കൊള്ളയിൽ നടുക്കും മയണൈസ് തേച്ച നല്ല മുരിഞ്ഞ ക്രീം ബണ്ണ് പോലെയാണ് നിലപാട്. ആ സോഫ്റ്റ് വെണ്ണക്കട്ടി മാർദ്ദവ നിലപാട് തുടർച്ചയിലാണ്. അടിത്തറ VD സതീശൻ വെറുപ്പാണെങ്കിലും ഇരു സംഘടനകളുടെ ഐക്യം നീക്കം നല്ല കാര്യം. കാരണം മഹാനായ മന്നമിരുന്ന കസേരയിൽ ഇരിക്കുന്ന ഒരു മന്ദബുദ്ധിയെന്നും ചങ്ങനാശ്ശേരി തമ്പുരാൻ, മാടമ്പി, കനകസിംഹാസനത്തിലെ ശുംഭൻ ശുനകൻ എന്നൊക്കെ ആ നായർ വിരുദ്ധ പള്ളുപറച്ചിൽ വെള്ളാപ്പള്ളി ഐക്യകാലത്തെങ്കിലും ആവർത്തിക്കലത് സമാധാനമാണ്. കോടിക്കണക്കിന് മനുഷ്യർ ആരാധനയോടെ കൈകൂപ്പുന്ന ഒരു സായുജ്യ ശ്രീകോവിൽ അടിച്ചു മാറ്റിയിട്ടും കടുപ്പിച്ചൊന്നും പറയാത്ത നേതാക്കളുടെ സമാധാന ഹൃദയം പക്ഷേ വിശ്വാസികൾക്കോ കോടതികൾക്കോ ഇല്ല. 10 ഇടക്കാല ഉത്തരവുകളും കഴിഞ്ഞ് ഇന്നലെയാവുന്ന ഉത്തരവ് വ്യക്തമായും അന്വേഷണത്തിലെ പാരഡൈം ഷിഫ്റ്റാണ്. കേവലം കുറച്ച് സ്വർണ്ണം ഇളക്കിയെടുത്ത് കാശാക്കി അണ്ണാക്കിൽ തള്ളിയതിനപ്പുറം ഈ അയ്യപ്പന്റെ ശത്രുക്കൾ, സാമദ്രോഹി കള്ളന്മാർ ആ പാളികൾ അടപടലം മറിച്ചുവിറ്റോ എന്നാണ് ശാസ്ത്രീയ പരിശോധനാ വെളിച്ചത്തിൽ കോടതി മുന്നോട്ട് വെക്കുന്ന പ്രധാന ചോദ്യം. ആ ഉത്തരവിൽ തന്നെ പറയുന്ന SIT റഡാറിലെ മൂവർ സംഘത്തിൽ ഒരു പേരുകാരൻ മുൻമന്ത്രി കടകംപള്ളിയാണോ എന്ന സംശയകാലത്താണ് ആ പോറ്റിയുടെ വീട്ടിൽ പോയ കാര്യം കടകംപള്ളി തന്നെ തുറന്നു സമ്മതിക്കൽ നിവൃത്തിയില്ലാതെയാണ്. ഏതോ കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷത്തിന് പോയെന്നാണ് മന്ത്രിയുടെ ഓർമ്മ. ആ തിരക്കുള്ള മന്ത്രിപ്പണിയിലും നാട്ടുകാരുടെ നൂലുകെട്ടിനും പാലുകാച്ചിനും പോവാൻ സമയമുള്ള മന്ത്രി സാറേ അങ്ങ് ഉദാത്തനാണ്, ഉദാര മനസ്കൻ. ആ പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റി അംഗത്തെ പുറത്തിറക്കിയാൽ സ്വാധീനത്താൽ അന്വേഷണം അട്ടിമറിക്കുമെന്ന് ഇന്നും പറയലാണ് ഒരു ജാമ്യം തള്ളി ഉത്തരവ്. ആ പഞ്ചായത്തിലേറ്റ മർമ്മത്തടി മറികടക്കാൻ ഹൈന്ദവ ധ്രുവീകരണ നീക്കം CPM-ന്റെ അടവ് നയമാണെങ്കിൽ, അടവ് ആത്മാർത്ഥമാണെങ്കിൽ കാട്ടുകൊള്ളയിൽ അകത്ത് കിടക്കുന്ന നേതാക്കളെ അടിച്ച് പുറത്താക്ക്. എന്നിട്ട് വീട് കയറുമ്പോൾ വിശ്വാസികളോട് ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ലെന്ന് പറ. അതു ചെയ്യാനുള്ള ആർജവുമില്ലാതെ അധികാരവാഴ്ചയ്ക്ക് ഇടതുമൂല്യങ്ങൾ അട്ടത്ത് വെച്ച് മനുഷ്യഹൃദയങ്ങളിൽ വെറുപ്പ് നിറയ്ക്കുന്ന മട്ടിൽ 10 വോട്ടിന് നേതാക്കളിറങ്ങി പരിവാരം നാണിക്കുന്ന പരമത വിദ്വേഷ ധ്രുവീകരണം, പച്ചവർഗീയത ഉളുപ്പില്ലാതെ പുരമ്പലാണ് കെട്ട രാഷ്ട്രീയം, ഗതികെട്ട നാടെ. അതാണ് പുതിയ കേരള സ്റ്റോറി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. രണ്ടായിരത്തി 17-18 കാലമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പോറ്റി എന്നെ വിളിച്ചിട്ട് യാത്രാ മധ്യേ അയാളുടെ വീട്ടിൽ ഒരു കുട്ടിയുടെ ചടങ്ങുണ്ട്. പോറ്റിയുടെ വീട്ടിൽ ഒരു പ്രാവശ്യം സന്ദർശിക്കാനിടയായ കാര്യവും പറഞ്ഞിട്ടുണ്ട്. ആ ചടങ്ങിലൊന്ന് പങ്കെടുത്തിട്ട് പോകണമെന്ന് സ്നേഹപൂർവ്വം എന്നെ നിർബന്ധിക്കുന്നുണ്ട്. ആ ചടങ്ങിൽ പങ്കെടുത്തു, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ആ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളത്. അതും അങ്ങനെ ഒരു നിർബന്ധത്തിന് വഴങ്ങിപ്പോയതാണ്. എൻ്റെ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു. ഒരു ഗിഫ്റ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ പോറ്റിയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല, വാങ്ങിയിട്ടില്ല. ഡോക്ടർ PK ഗോപൻ, രാജു P. നായർ, സുഭാഷ് ബാബു, ശ്രീ രാധാകൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം രാജു P. നായർ. രാജു P. നായർ, കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ വീട്ടിൽ ഒരു തവണ പോയെന്ന് പറയുന്നു, പലതവണ പോയെന്ന് അയൽവാസി പറയുന്നു. ഇനി എത്ര തവണ പോയാലും അന്ന് ഈ കാട്ടുകളുടെ ഉള്ളിൽ അന്നത്തെ ദേവസ്വം മന്ത്രിക്ക് അറിയണമെന്നില്ലല്ലോ. അത് വെച്ച് കടകംപള്ളിയെ ജഡ്ജ് ചെയ്യാവോ ശ്രീ രാജു P. നായർ? ആഷ്മി, ഞങ്ങൾ ഈ ക്ഷേത്രക്കൊള്ള കേസിൽ ഏതെങ്കിലും ഫോട്ടോ വെച്ചോ ആരെങ്കിലുമായിട്ട് ഫോണിൽ സംസാരിച്ച് വെച്ചോ അല്ലെങ്കിൽ ആരുടെങ്കിലും വീട്ടിൽ പോയത് വെച്ചോ ഉള്ള ആരോപണമല്ല ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണം മുഴുവൻ ഇത് വളരെ ആസൂത്രിതമായി ഗൂഢാലോചനയോടുകൂടി നയപരമായ തീരുമാനങ്ങൾ ഉൾപ്പെടെ ക്രമക്കേടിലൂടെ ചട്ടവിരുദ്ധവുമായി സമ്പാദിച്ചുകൊണ്ട് അവിടെ നിന്ന് അയ്യപ്പൻ്റെ ദ്വാരപാലക ശില്പവും ക്ഷേത്രപ്പാളിയുമെല്ലാം, അല്ലെങ്കിൽ വാതിൽപ്പാളിയും കട്ടളയുമെല്ലാം ഇളക്കിക്കൊണ്ടുപോയി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി. ആ ഡ്യൂപ്ലിക്കേറ്റിൽ സ്വർണം പൊതിഞ്ഞത് മാറ്റി സ്വർണം പൂശി അവിടെ കൊണ്ടുപോയി വെച്ചു. അത് 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ കാലത്ത് ഈ ക്രമക്കേട് നടന്നു. അത് വലിയ രീതിയിലുള്ള ആസൂത്രിതമായ ക്ഷേത്രക്കൊള്ളയാണ്. ഇതാണ് ഞങ്ങളുടെ ആരോപണം. ആ ആരോപണം ഏതെങ്കിലും ഫോട്ടോയെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ആരുടെയെങ്കിലും വീട്ടിൽ പോയതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയല്ല, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലല്ല. ഈ പറഞ്ഞ ആരോപണങ്ങൾ മുഴുവൻ കേരളത്തിൻ്റെ ഹൈക്കോടതി 10ഓളം വരുന്ന ഇൻ്ററിം ഓർഡറിലൂടെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ക്ഷേത്രക്കൊള്ള എന്ന് പറയുന്നത് ആസൂത്രിതമായി നടത്തിയതും ഈ അന്താരാഷ്ട്ര വിഗ്രഹമോഷണ സംഘമായ സുഭാഷ് കപൂറിൻ്റെ മാതൃകയിൽ നടത്തിയതെന്നാണ്. അപ്പോൾ ഈ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിലേക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ 1-ലധികം തവണ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നു, അദ്ദേഹം അംഗീകരിക്കുന്നത്. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗൂഢാലോചന നടക്കുന്ന സമയത്താണ് ആ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ഈ പറയുന്ന ആളുടെ വീട്ടിൽ പോയിരിക്കുന്നത്. അദ്ദേഹം അതല്ലാതെ ഒരു MLA ആയിരുന്നപ്പോൾ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്കായിരുന്നു. ഇപ്പോൾ അടൂർ പ്രകാശ് പോയി എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ കോന്നിയിലെ MLA ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിലുള്ള ആളാണ്. ഞങ്ങളെയൊക്കെ എത്രയോ പേര് ഞങ്ങൾ നിയോജകമണ്ഡലത്തിലേക്ക്, ഞങ്ങൾ MLA ഒന്നും അല്ലെങ്കിലും വിളിക്കുന്ന വീടുകളിൽ ഞങ്ങൾ കല്യാണത്തിന് പോകാറുണ്ട്, ചിലപ്പോൾ നൂലുകെട്ടിന് പോകാറുണ്ട്, മരണത്തിന് പോകാറുണ്ട്, ഇതെല്ലാം ഞങ്ങൾ പോകാറുണ്ട്. പക്ഷേ ഈ ഗൂഢാലോചന നടക്കുന്നു എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്
ഈ ദേവസ്വം ബോർഡിൻ്റെ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ വകുപ്പുള്ള മന്ത്രി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അതിലൊരു ക്വിഡ് പ്രോക്കോ ഉണ്ട്. ക്വിഡ് പ്രോക്കോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉപകാരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു അഴിമതി അല്ലെങ്കിൽ ഒരു ഫേവർ ചെയ്യുന്നതിൻ്റെ ഒരു ക്വിഡ് പ്രോക്കോ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ മേലെ ആരോപണം വരും. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ പോലും അതിനെല്ലാം അപ്പുറം ഇതിനകത്ത് വലിയ ഗൂഢാലോചന നടത്തിയിട്ടുള്ളതിൻ്റെ പശ്ചാത്തലം കോടതികൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ കോടതിയുടെ ഫൈൻഡിങ്സിൻ്റെയും അന്വേഷണത്തിൻ്റെയും ഭാഗമായിട്ടാണ് 10ഓളം വരുന്ന CPM-ൻ്റെ ബന്ധമുള്ള നേതാക്കന്മാർ ഇന്ന് ജയിലിൽ കിടക്കുന്നത്. അതുമാത്രമല്ല, അന്വേഷണത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുന്നു എന്നുള്ളതും ആ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്നും ഇന്നും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഉണ്ടായിരുന്ന വേഗത പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. PS പ്രശാന്തിനെതിരെ 2 ഉത്തരവ് വന്നിട്ടുണ്ട്. 2 ഉത്തരവുകളിൽ PS പ്രശാന്തിന്റെ ഭരണസമിതിക്ക് ഇതിനകത്തിൽ ഈ 2019 ക്രമക്കേട് പേരെടുത്ത് പറഞ്ഞു. രാജീവ് പി നായർ ഈ പറയുന്ന കടകംപള്ളി പോറ്റിയുടെ വീട്ടിൽ ഇപ്പോൾ കടകംപള്ളി പറയുന്നത് ശബരിമലയ്ക്ക് ഇറങ്ങിയപ്പോഴേക്കും പോറ്റി അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള കടകംപള്ളി കൃത്യമായി ഓർമ്മയില്ല, ഏതോ കുഞ്ഞിന്റെ പിറന്നാളാഘോഷം എന്താണ് അതിനെ വിളിച്ചപ്പോഴത്തേക്ക് പോയി എന്നുള്ള. മന്ത്രിമാർക്കൊക്കെ അങ്ങനെ 1-ാം പിറന്നാളിലും നൂലുകെട്ടിനൊക്കെ വിളിക്കുമ്പോഴേക്കും പോകാനുള്ള സമയമുണ്ടോ എന്നൊക്കെ വേറെ ചോദ്യം. രാജീവ് പി നായർ, അതിന് പിന്നാലെ അടൂർ പ്രകാശ് പോയ കാര്യവും ഈ അയൽവാസി പറയുന്നുണ്ട്. അതുകൊണ്ടാണോ കടകംപള്ളി പോയതിലുള്ള അങ്ങയുടെ ഈ നിലപാടിൽ മറ്റു രാഷ്ട്രീയം അങ്ങ് ഉൾപ്പെടുത്താത്ത രാജീവ് പി നായർ? അല്ല ഹാഷ്മി, ഒന്ന് ഈ കേസിന്റെ തുടക്കം മുതലുള്ള കാര്യം എടുത്തു നോക്കൂ. മുഖ്യമന്ത്രി സോണിയാഗാന്ധിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന അടൂർ പ്രകാശിന്റെയും അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഫോട്ടോ എടുത്ത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാൽ ഉൾപ്പെടുന്ന നേതാക്കന്മാരോ ആ ഫോട്ടോയെ ബേസ് ചെയ്തൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? ഹാഷ്മി ഒന്ന് പറ. ഞങ്ങൾ എന്താ പറഞ്ഞത്? 2019 ഈ പറയുന്ന ഉത്തരവ് നിർമ്മിച്ചെടുത്തത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. ആ ഗൂഢാലോചനയിൽ പത്മകുമാറിനും ആ ബോർഡ് അംഗങ്ങൾക്കും പങ്കുണ്ട്. കോടതി സ്ഥിരീകരിച്ചില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ പേര് അതിനകത്ത് വന്നതും അതുപോലെ തന്നെ സ്വർണ്ണപ്പാളിയായിരുന്നത് ചെമ്പുപാളി എന്ന് തിരുത്തി എഴുതിയതും സ്വന്തം കൈപ്പടയിൽ പിത്തള മാറ്റി ചെമ്പാക്കി എഴുതിയേക്കും എല്ലാം പത്മകുമാർ. അതിൻ്റെ പേരിലാണല്ലോ ജയിലിൽ കിടക്കുന്നത്. ഞങ്ങൾ എന്തിനാ ഏതെങ്കിലും ഒരു ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ വീട്ടിൽ പോയിച്ച് വേഗമായിട്ടൊരു ആരോപണം ഉന്നയിക്കണം? എന്തിനാ? ആ ഇഷ്യൂൻ്റെ ക്രെഡിബിലിറ്റി പോകില്ലേ? അല്ലെങ്കിൽ ഉന്നയിക്കപ്പെടുന്ന സബ്ജക്റ്റ് ട്രിവിയലൈസ് ചെയ്ത് പോകില്ലേ? അതില്ല. വളരെ കൃത്യമായിട്ട് 2019 ഇവർ ഗൂഢാലോചനയോടെ നിർമ്മിച്ച ആ ഉത്തരവാണ് കേസിൻ്റെ ആധാരം. മറ്റൊരു ഫോട്ടോയുമല്ല, ഒരാൾ വീട്ടിൽ പോയതുമല്ല, ഏതെങ്കിലും മന്ത്രി എവിടെയെങ്കിലും പോകുന്നത് ഏതെങ്കിലും വീട്ടിൽ കയറിയതിന് ഞങ്ങൾ പറയണ്ട. ഞാൻ പക്ഷെ പറഞ്ഞത് ദേവസ്വം വകുപ്പ് മന്ത്രി ആ സമയത്ത് പോയപ്പോൾ അതിനകത്തൊരു ക്വിഡ് പ്രോക്കോ. ഇപ്പോൾ ഈ കേസിൽ കടകംപള്ളി സുരേന്ദ്രന് യാതൊരു പങ്കുമില്ല എന്ന് കോടതി പറയുകയാണെങ്കിൽ അന്ന് വീട്ടിൽ പോയതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അല്ല, കടകംപള്ളി സുരേന്ദ്രനകത്ത് പങ്കുണ്ടെന്ന് സംശയിക്കുന്ന കാലത്തോളം അദ്ദേഹം ആ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ട്. എനിക്കതിനകത്ത് പറയാം. ശരി, ഞാൻ ശ്രീ പി കെ ഗോപൻ, ഈ കടകംപള്ളിക്ക് നേരത്തെ പറയായിരുന്നു അടുപ്പത്തെ പറ്റി അന്ന് തന്നെ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ചോദ്യം ചെയ്യലുണ്ടായി, SITയോട് ചോദ്യം ചെയ്യൽ, അന്നും പറഞ്ഞില്ല. പലയാവർത്തി പലപ്പോഴായി ചോദ്യങ്ങളുണ്ടായി, അപ്പോഴൊന്നും പറയാതെ പോറ്റിയുടെ മൊഴി പുറത്തു വരുമ്പോൾ മറ്റു വഴികളില്ലാതെ മാത്രം മാധ്യമങ്ങളെ വിളിച്ച് പറയുമ്പോഴാണ് ആ പോറ്റി കടകംപള്ളി ബന്ധത്തിലെ ദുരൂഹത സംശയിക്കപ്പെടുന്നത്. ശ്രീ പി കെ ഗോപൻ, ഇതിൽ കോൺഗ്രസ് പ്രതിനിധി നടത്തിയ തകിടമറിച്ചിലുകൾ അങ്ങയുടെ പഴയ ക്ലിപ്പിങ്സ് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെയൊന്നും ആരും നോക്കത്തില്ലെന്നാണ് ഇദ്ദേഹമൊക്കെ ധരിച്ചു വെച്ചേക്കുന്നത്. കടകംപള്ളിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി ഇരിക്കുന്ന ഒരു ചിത്രം അവർ ആദ്യം പുറത്തു വിട്ടിട്ട് ആ ചിത്രത്തിൻ്റെ മേലായിരുന്നു കടകംപള്ളിക്കെതിരെ വി ഡി സതീശന് ആക്ഷേപം ഉന്നയിച്ചത്. മാത്രമല്ല, കടകംപള്ളിക്കെതിരെ വി ഡി സതീശന് ആക്ഷേപം ഉന്നയിച്ചിട്ട് കടകംപള്ളി മാനനഷ്ട കേസ് കൊടുത്തു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഏക മാനനഷ്ട കേസ് കടകംപള്ളിയുടേതാണ്. ആ മാനനഷ്ട കേസിൽ പ്രതിപക്ഷ നേതാവ് ഇതുവരെ തെളിവ് കൊടുത്തിട്ടില്ല. പലതവണ അദ്ദേഹത്തെ വിളിച്ചിട്ടും തെളിവ് കൊടുത്തിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് പരിചയമുണ്ടെന്ന്. ആ പരിചയത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ദിവസങ്ങൾക്ക് മുമ്പ് ഇവർക്ക് കൊടുത്ത മൊഴിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. കടകംപള്ളിയെ മൊഴിയെടുക്കാൻ വിളിക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ്, ആഴ്ചകൾക്ക് മുമ്പാണ്. അദ്ദേഹം ആ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയി ഇന്ന കാര്യത്തിന് വേണ്ടി പോയിട്ടുണ്ട്. കൃത്യമായ ചടങ്ങ് എനിക്ക് ഓർമ്മയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് അയൽവാസി സ്ഥിരീകരിച്ചു. കടകംപള്ളി 1 പ്രാവശ്യം എന്ന് പറഞ്ഞു, അയൽവാസി 2 പ്രാവശ്യം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ പോക്ക് പ്രധാനമല്ലെന്ന് ശ്രീ രാജീവ് പി നായർ പറഞ്ഞത്? ആ അയൽവാസി അങ്ങ് ചോദിച്ചില്ലല്ലോ ഇതുവരെ. അടൂർ പ്രകാശും പോയിട്ടുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എത്ര നിസ്സാരമായിട്ടാണ് പറയുന്നത്. സ്ഥിരമായി അടൂർ പ്രകാശ് ആ വീട്ടിലെ സന്ദർശകനാണെന്നാണ് അയൽവാസി പറഞ്ഞത്. അത് കേവല MLA ആയിട്ടിരിക്കുന്നു. ഇനി
അടൂർ പ്രകാശിൻ്റെ മറ്റു കാര്യം കൂടി ചേർത്ത് വായിക്കണം. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടാണ് അടൂർ പ്രകാശ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിലെത്തിയത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് സമ്മാനം കൊടുക്കുന്ന ചിത്രങ്ങൾ നമ്മൾ പുറത്തു വന്നത്. കടകംപള്ളി വളരെ സ്ഥൈര്യത്തോടുകൂടി പറയുന്നു, ഞാൻ അയാളുടെ കയ്യിൽ നിന്നൊരു സമ്മാനവും കൈപ്പറ്റിയിട്ടില്ലെന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാനിപ്പോൾ കരുതുന്നു. അപ്പോൾ എന്താ സംഭവം? ഇനി കടകംപള്ളി 2017 ഇങ്ങനൊരു കേസുണ്ടെന്ന് ആര് സ്വപ്നം കണ്ടു? ഇപ്പോഴല്ലേ നമ്മൾ പറയുന്നത്? 2017 19 കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴല്ലേ? ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന തരത്തിൽ ശബരിമലയിൽ എന്താണ് അദ്ദേഹത്തിന് റോള്? ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് അവിടുത്തെ പടിപൂജയുമായി ബന്ധപ്പെട്ടോ, അവിടുത്തെ നെയ്യഭിഷേകവുമായി ബന്ധപ്പെട്ടോ, അവിടുത്തെ വാജിവാഹനവുമായി ബന്ധപ്പെട്ടോ, അവിടെ ദേവപ്രശ്നവുമായി ബന്ധപ്പെട്ടോ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് നിയമപരമായിട്ട് അധികാരമില്ല. അത് ഏത് ദേവസ്വം വകുപ്പ് മന്ത്രിക്കും അധികാരമില്ല. അങ്ങനെ ഇരിക്കെ അവിടെ ഉണ്ടായ സംഭവവികാസങ്ങളിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോടതി അദ്ദേഹത്തെ പങ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. കോടതി പങ്കുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞു. ഇതുവരെ കടകംപള്ളി ഇവിടെ ഈ ഏറ്റവും ഒടുവിൽ ഒന്ന് ഉത്തരവിൽ പറയുന്നത് ഫ്രം ദ റിപ്പോർട്ട് ഇറ്റ്സ് എവിഡന്റ് ദാറ്റ് ദ ക്രൈം നമ്പർ 3700 ദ്വാരപാല ശില്പങ്ങളുടെ ആ കേസാണ്. 11% have been already been arrested out of total 16 accused arraigned in the case. It has been further submitted that the possible involvement of 3 additional persons is under scrutiny based on a careful assessment of witness. എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന മൂന്ന് ആൾക്കാരെ കുറിച്ചുള്ള ഈ പറയുന്ന എന്താണ് ഒരു പ്രസ്താവന കോടതി അതിന് ഉത്തരവിൽ പറയുകയാണ്. അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് ഞാൻ പറയാൻ കാരണം അതിന് താഴെ പറയുന്നു എന്താണ് the careful assessment of witness statements, documentary materials and their corroborative evidence collected as thus far എന്ന് പറയുകയാണ്. അതിലൊന്ന് കടകംപള്ളി അല്ല എന്ന് CPK ഓവൻ ഇവിടുന്ന് ഉറപ്പിച്ച് പറയുമോ? ഞാൻ പറയത്തില്ല. അങ്ങനെ നിങ്ങളും പറയാൻ ശ്രമിക്കണ്ട. കാരണം അത് 3 വ്യക്തികൾ എന്ന് കോടതി സൂചിപ്പിച്ചത് ആരൊക്കെയാണെന്ന് പറയട്ടെ. നമ്മൾ എല്ലാ ദിവസവും ഇതന്നെയല്ലേ ഇപ്പോൾ ചർച്ച. അപ്പോൾ ഇന്ന് നമുക്ക് തീർപ്പ് കൽപ്പിക്കണ്ടല്ലോ. അല്ല, CPK അങ്ങയുടെ പാർട്ടിയുടെ നേതാവാണ്, രാഷ്ട്രീയ നിലപാട് വളരെ നമ്മുടെ മുൻ മന്ത്രിയാണ്. അത് കടകംപള്ളി അല്ല എന്ന് അങ്ങേക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് പറയാൻ പറ്റുക? രാഷ്ട്രീയ നിലപാട് വളരെ അല്ല, അങ്ങനെ പറയാതെന്ന് അങ്ങനെ നമുക്ക് ഇന്ന് വൈകുന്നേരം കൊണ്ട് സ്ഥിരീകരിക്കണ്ട. ഞാൻ പറഞ്ഞത് CPIMന്റെ രാഷ്ട്രീയ നിലപാട് കേരളീയ സമൂഹത്തിന് മുമ്പിലുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് എന്താ? ഇക്കാര്യത്തിൽ ആരുടെ ഭാഗത്ത് വീഴ്ച പറ്റിയാലും അവരെ അംഗീകരിക്കില്ല, അവരെ തള്ളികളയും, അവർക്കെതിരായ നിലപാട് സ്വീകരിക്കും. ഇതാണല്ലോ CPIMന്റെ നിലപാട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വൈകുന്നേരം കടകംപള്ളി അതിൽ ഒരു കാരണവശാലും ഉൾപ്പെട്ടിട്ടില്ല, അത്തരം കോടതിയുടെ പരിഗണനയിൽ വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ എന്തിനാ തീർത്ത് പറയുന്നത്? അങ്ങ് രാഷ്ട്രീയമായി പറയണം. സ്റ്റേറ്റ്മെന്റ് വെച്ച് അല്ലെങ്കിൽ ഇന്നത്തെ അല്ല, കോടതി വിട്, SIT വിട്. അങ്ങ് രാഷ്ട്രീയമായി CPIMന്റെ പ്രതിനിധിയാണ്. CPIMന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, മുൻ ദേവസ്വം മന്ത്രിയും ഈ ക്ഷേത്രക്കൊള്ളയിൽ ഇല്ല എന്ന് അങ്ങേക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റാത്തത് പേടിപ്പിക്കുന്നതല്ലേ CPK ഗോവൻ? അങ്ങ് ഉറപ്പിച്ചു പറയൂ, കടകംപള്ളി ക്ഷേത്രക്കൊള്ളയിൽ ഇല്ല എന്ന് ആർജവത്തോടെ പറയൂ. അല്ല, ഈ ചോദ്യമൊന്നും അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ ഹാഷിം ചോദിച്ചില്ലല്ലോ. ഹാഷ്മി ചോദിച്ചോ ഈ ചോദ്യമൊക്കെ രാജു പി നായരോട്? എന്താ ചോദിക്കാത്തത്? പിന്നെ ആമുഖ പ്രസംഗത്തിൽ വന്നോ അടൂർ പ്രകാശിനെ കുറിച്ച് എത്ര മൃദുല മനോഭാവമായിട്ടാണ് അത് അങ്ങ് പറഞ്ഞത്? ഘോരഘോരമായ വാക്കുകളുടെ അടൂർ പ്രകാശ് എന്ന സ്ഥിരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യാളിനെ കുറിച്ച് അങ്ങൊന്നും പറഞ്ഞില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏതെങ്കിലും വലിയ രാഷ്ട്രീയ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഞാൻ പറയട്ടെ സാർ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പൊളിറ്റിക്കലായിട്ട് ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അത് കോൺഗ്രസുമായിട്ടാണെന്ന് കേരളം തെളിയിച്ച കാര്യമാണ്, കേരളത്തിൽ തെളിഞ്ഞ കാര്യമാണ്. കാരണം ഇവരാരും നേരത്തെ പറഞ്ഞില്ലല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹൈക്കമാൻഡ് കൊണ്ടുപോയ കാര്യം ആന്റണി അടൂർ പ്രകാശോ ഈ സംഭവം ഉയർന്നു എന്ന് പറഞ്ഞായിരുന്നു. അടൂർ പ്രകാശ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ സ്ഥിര സന്ദർശകനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞെന്താ ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിലേക്ക് പോയപ്പോൾ എന്നെ വിളിച്ചോണ്ട് പോയെന്നാ. എനിക്ക് അവിടെ പോകാനുള്ള വകുപ്പൊന്നുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചോണ്ട് പോയി. എന്റെ ചോദ്യം അതല്ല. CPIMന്റെ പ്രതി അങ്ങേക്ക് CPIMന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ്, മുൻ ദേവസ്വം മന്ത്രി ഈ ക്ഷേത്രക്കൊള്ളയിൽ പങ്കുകാരനല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തത് ഭയപ്പെടുത്തുന്നതല്ലേ CPK ഗോവൻ? അങ്ങേക്ക് പോലും ഉറപ്പില്ല കടകംപള്ളി ഇതിൽ വരില്ല എന്നുള്ള കാര്യം. ഞാൻ പറയാതിരിക്കുകയല്ല സാർ, ഞാൻ പറയാതിരിക്കുകയല്ല, ഞാൻ കൃത്യമായിട്ട് പറയാം. CPIMുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ ചുമതലകൾ അല്ലെങ്കിൽ ആരാധനാലയത്തിൻ്റെയോ ദേവസ്വം ബോർഡിൻ്റെയോ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള അറിഞ്ഞുകൊണ്ട് ഒരു അപകടത്തിൽ ചാടുമെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. CPIM ആവർത്തിച്ച് പറയുന്ന കാര്യം അതാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കിടക്കുകയാണ്. നിങ്ങളിവിടെ ഈ സോണിയാഗാന്ധി ഇതിൻ്റെ പങ്ക് പറ്റിയെന്ന് CPIM ഇതുവരെ ആക്ഷേപിച്ചിട്ടില്ല, ഫോട്ടോ വെച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞ പ്രശ്നം എന്താണ്? ഞങ്ങൾ ആ പറയുന്നതിനെ നിങ്ങൾ തിരുത്തി കൊണ്ടുപോവുകയാണ്. പോറ്റിയെ കയറ്റിയത് ആരെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഞങ്ങളല്ല. 2004 പോറ്റി കയറുമ്പോൾ അത് കണ്ഠര് രാജീവരുടെ സഹായിയായിട്ട് കയറുന്നു. അന്ന് രാമൻ നായർ ആദ്യത്തെ കോൺഗ്രസും പിന്നത്തെ BJP-യാണ്, അദ്ദേഹമാണ് കയറ്റിയത്. പിന്നീട് അവിടെ വരുന്നത് ഗോവിന്ദൻ നായരാണ്, പിന്നീട് അവിടെ വരുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനാണ്.
പ്രയാർ ഗോപാലകൃഷ്ണൻ എവിടുത്തെ നിത്യ സന്ദർശകനായിരുന്നു പോറ്റിയുടെ വീട്ടിലെ. പ്രയാർ ഗോപാലകൃഷ്ണൻ കുറെ അക്ഷരം മിണ്ടിയതുവരെ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അവിടെ. ആ സമയത്താണ് ശബരിമല സ്ത്രീ പ്രശ്ന സമരം നടക്കുമ്പോൾ പ്രയാർ ഗോപാലകൃഷ്ണന്റെ വലങ്കൈയാണ് ഇദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി, ഹൈക്കമാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ, നമ്മൾ പലതവണ ചർച്ച ചെയ്തതാ. ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, ഭണ്ഡാരി, അടൂർ പ്രകാശ്, ആന്റോ ആന്റണി ഒരേ ഫ്രെയിമിൽ ഒന്നിലധികം തവണ. അപ്പോഴും ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരവില്ല. ഒരു വലിയ സമ്മാനപൂതിയാണ്. അതെന്താന്ന് പറയുന്നില്ല. അതെന്താന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പ്രയാർ ഗോപാലകൃഷ്ണൻ ഒരു അക്ഷരം മിണ്ടിയില്ലെന്ന് പറഞ്ഞാൽ പ്രയാർ മരിച്ചു പോയില്ലേ? അദ്ദേഹം അങ്ങനെ മിണ്ടുക? പ്രയാർ മിണ്ടിയില്ലെന്നല്ല പറഞ്ഞു. മരിച്ചുപോയവരെ കുറിച്ച് നിങ്ങൾക്ക് തർക്കമില്ലയോ സാർ? മരിച്ചുപോയവർ ഈ കേസിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തർക്കമില്ലേ? അല്ല, അങ്ങ് പറഞ്ഞു പ്രയാർ ഗോപാലകൃഷ്ണൻ അക്ഷരം മിണ്ടിയില്ലെന്ന് പറഞ്ഞു. അല്ല, തന്ത്രിയുടെ വീട്ടിൽ തന്ത്രി വന്നപ്പോൾ തന്ത്രിയെ കുറിച്ച് ആക്ഷേപമില്ല. ഇത് ഏറ്റവും വലിയ കൊള്ളയുടെ ഉറവിടം കിടക്കുന്നത് ഈ ചർച്ചയിൽ ഞങ്ങൾ പലരും, ഞാൻ പ്രത്യേകിച്ചും മാസങ്ങളായി നടക്കുന്ന ചർച്ചയിൽ ഇത്തരം തെളിവുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ ചാനലിൻ്റെ ഫ്ലോർ ഉൾപ്പെടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 98 മുതലുള്ള അന്വേഷണം നടത്തേണ്ടി വരും. ഇപ്പം ശ്രീ രാജു നായർ കോടതിയെക്കുറിച്ച് പറഞ്ഞെന്താ? കോടതിയിലെ സിംഗിൾ ബെഞ്ചിൻ്റെ ഈ കേസ് കേൾക്കാത്ത സിംഗിൾ ബെഞ്ചിനെ കുറിച്ചുള്ള അഭിപ്രായം, സിംഗിൾ ബെഞ്ചിൻ്റെ അഭിപ്രായവും ഈ കേസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം SIT കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്തുവാ? കേസിൽ അന്വേഷണത്തിൽ ലാഗ് ചെയ്യുന്നു എന്നാണോ പറഞ്ഞേ? ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിട്ടാണ് ബഹുമാന്യ ഹൈക്കോടതി SIT നിരീക്ഷിച്ചിട്ടുള്ളത്. മാത്രമല്ല, മാധ്യമങ്ങളെ എടുത്ത് SIT ഈ ഹൈക്കോടതി നല്ലതായിട്ട് കൊടയുകയും ചെയ്തു. നിങ്ങൾ അനാവശ്യമായി ഇതിനകത്ത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ പാടില്ല, നിങ്ങളുടെ നരേഷൻ പാടില്ല എന്നും കോടതി പറഞ്ഞ് നിങ്ങളത് പരമാവധി ഒളിക്കാൻ ശ്രമിച്ചു. അത് ശരിയാണ്. പക്ഷേ ഹൈക്കോടതി ഈ ടീമിനെ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഞാൻ പറയാം. 2 പേരെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു, കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു CPM-കാരെ കൊണ്ടുവരാൻ പോവുകയെന്ന്. ഹൈക്കോടതി പറഞ്ഞ നിരീക്ഷണം ഉണ്ടല്ലോ. ഹൈക്കോടതി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞിട്ടാണ്, ഞങ്ങൾക്ക് വിശ്വാസമുള്ളവരെയാണ് എടുക്കുന്നത്, നിങ്ങൾ അതിനകത്ത് രാഷ്ട്രീയം ചെലുത്തണ്ട എന്ന് ബഹുമാന്യ ഹൈക്കോടതി പറഞ്ഞു. അപ്പോൾ SIT-യെ പൂർണ്ണ ശരിയായ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ഈ കേസ് കൃത്യമായിട്ട് നടന്നു പോകുന്നതും. അതിന്റെ പേരിൽ ദേവസ്വം മന്ത്രിയായിരുന്ന ആളിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു പരത്താൻ പരിശ്രമിക്കുമ്പോൾ ഇതിന്റെ യഥാർത്ഥ കക്ഷികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ആൾക്ക് അവിടെ വിളയാടാൻ അവസരം ലഭിച്ചത് കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വമായിട്ടും കോൺഗ്രസ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുമായിട്ടുള്ള ബന്ധമാണെന്ന് സുവ്യക്തമായി തെളിഞ്ഞിരിക്കെ, ക്രിസ്റ്റൽ ക്ലിയർ ആയി തെളിഞ്ഞിരിക്കെ, അദ്ദേഹം തന്നെ പറഞ്ഞ വാദം ഞാൻ എടുക്കാം. ഒരു വീട്ടിൽ പോയി എന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് ആക്ഷേപമില്ലെങ്കിൽ കടകംപള്ളിക്കെതിരായിട്ട് അങ്ങനെ ഒരു ആക്ഷേപം നിങ്ങൾക്ക് ഉന്നയിക്കാൻ അവകാശമില്ല. കാരണം കടകംപള്ളി എന്തെങ്കിലും സമ്മാനം വാങ്ങിക്കുന്നതായിട്ടൊരു ചിത്രം വന്നിട്ടില്ല. കടകംപള്ളിയുടെ കൂടെ ഇത്തരം ആളുകളെല്ലാം കൂടെ ചേർന്ന് ഒരു ബന്ധം നടത്തുന്നതായിട്ട് ചിത്രം വന്നിട്ടില്ല. മറിച്ച് ആർക്കും പ്രവേശിക്കാൻ ഒരുപാട് തവണ ആലോചിക്കേണ്ടി വരുന്ന വലിയ ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള ഒരു അഖിലേന്ത്യാ നേതാവിൻ്റെ വീട്ടിൽ പലതവണ ചെല്ലാൻ അവസരം കിട്ടുന്നത് കോൺഗ്രസ് നേതൃത്വം ആകെ ഇടപെട്ടിട്ടാണ്. പാർലമെന്റ് മെമ്പറും MLA-യും പിന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ഇടപെട്ടിട്ടാണ് അതിന് ചാൻസ് കിട്ടുന്നത്. അപ്പോൾ ആ തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പൊളിറ്റിക്കൽ റിലേഷൻ ആയിട്ടുമായിട്ടാണ്. പക്ഷേ സോണിയാഗാന്ധി ഈ കേസിൽ പ്രതിയല്ല, അടൂർ പ്രകാശ് ഈ കേസിൽ പ്രതിയല്ല, ആന്റോ ആന്റണി ഈ കേസിൽ പ്രതിയല്ല, മറ്റാരും പ്രതിയല്ല. പ്രതികളാരാണ്? പ്രതികൾ ഇപ്പോഴും അങ്ങയുടെ CPM-ന്റെ 12 ജില്ലാ കമ്മിറ്റി അംഗമായിരിക്കുന്നത് പത്മകുമാർ അടക്കമാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയാണ് അകത്ത് കിടക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ശ്രീ PK ഗോപൻ, അങ്ങ് രാഷ്ട്രീയമായത് പറയാൻ ബാധ്യസ്ഥനാണല്ലോ. ശ്രീ രാധാകൃഷ്ണൻ മേനോൻ, ED ഇപ്പോൾ കണ്ടുകെട്ടലടക്കം നടപടിയിലാണ്. ED-യെ പറ്റി എപ്പോഴും രാഷ്ട്രീയം ആരോപിക്കാറുണ്ട്. അത് എന്താണ്, പലപ്പോഴും ഈ കൺവിക്ഷൻ റേറ്റ് ഒക്കെ വെച്ച് പ്രതിപക്ഷത്തിന് നേരെ മാത്രം തിരിയുന്ന ഒരു ഏജൻസി എന്ന് കണക്ക് സഹിതം പാർലമെന്റിലടക്കം പര്യാവർത്തി വന്നതുമാണ്. ഇവിടെ ഉയർന്നു കഴിഞ്ഞ രാഷ്ട്രീയം എന്താണ്? അറസ്റ്റിലായ സകല മനുഷ്യന്മാരുടെ വീട് കയറി പരിശോധന നടത്തി ED BJP-ക്ക് താല്പര്യമുള്ള തന്ത്രിയെ സൗകര്യപൂർവ്വം ഒഴിവാക്കി. ED വന്നത് ഈ കേസന്വേഷണം തുലയ്ക്കാനാണ് എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം കൂടി ചേർത്ത് വായിക്കണോ ശ്രീ രാധാകൃഷ്ണ മേനോൻ? രമേശ് ചെന്നിത്തലയുടെയും EN വാസവന്റെയും ഒരുമിച്ച് വായിച്ചു. ഒരെണ്ണം തന്നെ വായിക്കണ്ട. ഇത് രണ്ടും ഒരുപോലെയാണ് വന്നത്. വാസവനും പറഞ്ഞു ED-ക്ക് ഇപ്പോൾ വരേണ്ട കാര്യമില്ല, SIT കറക്റ്റായിട്ട് പോകുന്നുണ്ടല്ലോ. അത് കാശ്മീർ ശ്രദ്ധിച്ച് കാണുമല്ലോ. അപ്പോൾ രമേശ് ചെന്നിത്തല ആയാലും വാസവനായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ രണ്ടുപേരുടെയും മുന്നണികൾ കാലങ്ങളായി ദേവസ്വം ഭരിക്കുന്നവരാണ്, കേരളം ഭരിച്ചവരാണ്. ദശാബ്ദങ്ങൾക്ക് മുമ്പ് രമേശ് ചെന്നിത്തലയുടെ പാർട്ടിയുടെ നേതാവ് C കേശവൻ, അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്താണ് നമ്മുടെ
അതിനു മുൻപുള്ള കാലത്താണ് ശബരിമല തീവയ്പുണ്ടായത്. ആ കാലത്ത് സി കേശവൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞത് ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധത നശിക്കുമെന്നാണ്. അപ്പോൾ ആ ഒരു സമീപനമുള്ള കോൺഗ്രസ്സുകാർ ഈ നാട്ടിലുണ്ട്. എല്ലാവരും ഒരേ സമീപനമല്ല. കോൺഗ്രസ് ആയാലും CPM ആയാലും വിശ്വാസത്തെ തകർക്കാനും അതിനപ്പുറത്ത് ഈ തരത്തിൽ ഇതിനെ കച്ചവടക്കണ്ണോടെ നോക്കിക്കാണാനും തയ്യാറാകുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഈ അവസരത്തിൽ പുറത്തു വരുന്നത്. ED അന്വേഷിക്കുന്നത് എന്താ? ഹാഷ്മിക്കറിയാമല്ലോ, ED 21 പേരുടെ വീട്ടിൽ പോയി, അല്ലെ 20 പേരുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ അതിൽ കേരളത്തിന് പുറത്തുമുള്ളവരുടെ വീട്ടിൽ പോയി. കാരണം ഇവിടെ SIT അന്വേഷിച്ചാൽ SITയുടെ അന്വേഷണം പരിമിതമാണ്. ഹൈക്കോടതി തന്ത്രിയുടെ വീട്ടിലേക്ക് പോവാത്ത എന്താണ് എന്ന് അങ്ങേക്കൊരു ഉത്തരവുണ്ടോ ശ്രീ രാധാകൃഷ്ണൻ? ഇല്ല. അതെ, അതിലേക്കാണ് വരുന്നേ ലക്ഷ്മി. അതായത് SIT എന്ന് പറയുന്ന സംവിധാനം കേരളത്തിൻ്റെ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു SP-യുടെ അവരുടെ ഓഫീസിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയിൽ അത് സംബന്ധിച്ചും കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവരവിടുന്ന് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ ആ ഓഫീസിൽ നിന്ന് പുറത്തു പോയി ഒരു കുറേയേറെ അകലെ മാറി നിന്നിട്ടാണ് അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ശശിധരൻ കാര്യം പറയുന്നത്. കാരണം അവിടെ ഇരിക്കുന്നവരെ വിശ്വസിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റില്ല. ഇതാണ് SITയുടെ അവസ്ഥ. ഇങ്ങനെ SIT പരിമിതമായ സംവിധാനത്തിൽ വിശ്വസനീയമായി ഹൈക്കോടതിയോട് വിശ്വാസം പുലർത്തി നടത്തുന്നുണ്ട്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ അവർക്ക് പരിമിതിയുണ്ട്. കേരളത്തിന് പുറത്ത് കേരളത്തിനകത്ത് നടന്ന പത്തനംതിട്ട ജില്ലയിൽ അതാ പറയുന്നത്, പത്തനംതിട്ട ജില്ലയിൽ ഒട്ടേറെ കാര്യങ്ങൾ നടന്ന ഒരു ഏർപ്പാട്. ഈ ഏർപ്പാടിൽ ED പരിശോധിക്കുമ്പോൾ ED ഇപ്പോൾ ആദ്യം കയറി എവിടെയൊക്കെ കയറിയെന്ന് നമുക്കറിയാം. എവിടെയൊക്കെ കയറാനുണ്ട് എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നിലവിൽ അകത്തുള്ള എല്ലാവരുടെയും വീട്ടിൽ കയറി, ഉദ്യോഗസ്ഥരടക്കം സകല മനുഷ്യന്മാരുടെയും വീട്ടിൽ കയറി വളരെ രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെയുള്ള ദീർഘമായ പരിശോധന നടത്തി. തന്ത്രി ഒഴിവാക്കി എന്താണ് ശ്രീ രാധാകൃഷ്ണൻ? അങ്ങനെ ഉത്തരവുണ്ടോ? അല്ല, ED അന്വേഷണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തന്ത്രിയെ മാത്രം ആ ഒരു ദിവസം ഒഴിവാക്കിയതിൽ അങ്ങനെ ഉത്തരവുണ്ടോ രാധാകൃഷ്ണൻ? തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്ല, ആ ഒരു ദിവസം വേണോ ഒരാഴ്ച കഴിഞ്ഞ് കയറണോ എന്നുള്ളത് ED തീരുമാനിക്കട്ടെ ഹാഷ്മി. അത് അവർക്ക് വിട്ടു. അത് ശരിയാണ്. പക്ഷെ അങ്ങനെ ഉത്തരവില്ല എന്ന് പറഞ്ഞാൽ ബാക്കി അങ്ങനെ ആർക്കും ഉത്തരവില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കേസാകുമ്പോൾ അതെങ്ങനെയാണ്? ഒരു കേസാകുമ്പോൾ അതിലെ പ്രതികൾക്കൊക്കെ ഒരേ സ്റ്റാറ്റസ് അല്ല ഹാഷ്മി. അത് നിങ്ങൾ ഇത്രയും നേരം മറ്റുള്ളവരെ കൊണ്ട് പറയിച്ചിട്ട് നിങ്ങൾ എനിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ ഹാഷ്മി? എന്ന് പറയുന്നത് ഈ നാട്ടിലെ കേരളത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾ അടക്കം അന്വേഷിക്കേണ്ട ഏജൻസിയാണ്. കേരളത്തിന് പുറത്ത് എത്രയേറെ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തണം. SITക്ക് എന്ത് സാധിക്കും? SITക്ക് ഇവിടെ സാമ്പത്തികമായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു. ഏർപ്പാടുകൾ അന്വേഷിക്കണമെങ്കിൽ അത് ശരിയാണ്. അതിനെക്കുറിച്ച് എന്താ വാസവൻ ആശങ്ക? അതിൽ തർക്കങ്ങളില്ലാന്നേ. അല്ലാതെ അന്വേഷിക്കട്ടെ, കണ്ടുകെട്ടെ, എല്ലാം ചെയ്യട്ടെ. അയ്യപ്പന്റെ സ്വത്തടിച്ച് മാറ്റിയവന്മാരുടെ പൈസ ഒക്കെ വേറെ ഒന്നിനും ഉപയോഗിക്കണ്ട, അത് കണ്ടുകെട്ടെ, ഒരു തർക്കമാക്കരുതില്ല. പക്ഷെ തന്ത്രിയുടെ വീട്ടിൽ കയറാത്ത എന്താ ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി ഇല്ല. അങ്ങ് പറയുന്നത് വേറെ ദിവസം കയറട്ടെന്നാ പറയുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. തന്ത്രിയോട് BJPക്ക് താല്പര്യമുണ്ട്. കാര്യം തന്ത്രി അറസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും സന്ദീപ് വചസ്പതി അടക്കം ഓടിപ്പോയി സമാധാനിപ്പിച്ചു അവരുടെ വീട്ടിൽ പോയിട്ട്. ഇപ്പോഴും തന്ത്രി കുറ്റക്കാരനാണെന്ന് നിങ്ങൾക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. അപ്പൊ ED നിങ്ങൾക്കൊപ്പം നിൽക്കുകയാണ് എന്ന രാഷ്ട്രീയ ആരോപണം ശരിവെക്കില്ലേ? ശിക്ഷിക്കപ്പെടട്ടെ എന്നുള്ള നിലപാടിൽ ഞങ്ങൾക്കൊരു മാറ്റവുമില്ല. തന്ത്രിയുമായി ബന്ധപ്പെട്ട് തന്ത്രി ചെയ്തിട്ടുള്ള തെറ്റുകളിൽ തന്ത്രിയെ ശിക്ഷിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. തന്ത്രി ശിക്ഷിക്കപ്പെടേണ്ട ആളാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. എന്നാൽ അതേസമയം തന്ത്രിയെ ഫോക്കസ് ചെയ്തിട്ട് അന്വേഷണത്തിൽ നിന്ന് ആരും രക്ഷപ്പെടേണ്ട. തന്ത്രിയെ മാത്രമായി ഫോക്കസ് ചെയ്യേണ്ട. തന്ത്രിയേക്കാൾ വലിയവനാണ് മന്ത്രി. തന്ത്രിയേക്കാൾ വലിയ തോതിൽ മന്ത്രി അവിടെ ഇടപെട്ടു. അവകാശമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടു. പക്ഷേ തന്ത്രിയെ EDക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അങ്ങ് എഴുതി വെച്ചോ, അങ്ങ് എഴുതി വെച്ചോ, തന്ത്രിയെ EDക്ക് ഒഴിവാക്കാൻ കഴിയില്ല. സുപ്രധാന രേഖകൾ പുറത്തു വരാനിരിക്കുന്നു. നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് വളരെ സുപ്രധാനമായിട്ടുള്ള, വളരെ ഇടപെടലിന്റെ, വളരെ സാമ്പത്തികത്തിന്റെ ഒക്കെ വലിയ രേഖകൾ നാളെ വരാനിരിക്കുന്നു. EDക്ക് ഒഴിവാക്കാൻ കഴിയില്ല. ഇനി BJPയുടെ ഏതെങ്കിലും താല്പര്യത്തിൽ ED ഒഴിവാക്കിയതാണെങ്കിൽ EDക്ക് ഒഴിവാക്കാൻ കഴിയാത്ത വണ്ണം രേഖകൾ വരാൻ പോവാ രാധാകൃഷ്ണ മേനോൻ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഇവിടെ ഏറ്റവും കൂടുതൽ സിംഗിൾ ബെഞ്ചിനെ ഇപ്പൊ നേരത്തെ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ അവരെ എല്ലാം കുറിച്ച് ED അന്വേഷിക്കും. അന്വേഷിക്കണം. ഒരാളെ കുറിച്ചല്ല, തന്ത്രി ഉൾപ്പെടെയുള്ളവരെ കുറിച്ച് ED അന്വേഷിക്കണം. അന്വേഷിക്കുകയും ചെയ്യും. അതിനെന്താ സംശയം? ഇപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് വൈൻഡ് അപ്പ് ചെയ്യുന്നത് ബിഫോർ പാർട്ടിംഗ് ദിസ് ഓർഡർ എ മലയാളം ഫിലിം സോങ് ഫ്ലക്ച്വേറ്റ്സ് ഇൻ മൈ മൈൻഡ് വിച്ച് റീഡ്സ് ദസ്
പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? സംക്രമം ഉദയ സംക്രമം പ്രണവ താളത്തിൽ ഉണരുന്നിത ഞാനെന്ന ഭാവങ്ങൾ അത്രയും എരിച്ചുകൊണ്ടുവരുന്ന ജാതവേദാഗ്നിയായി അദ്വൈത മന്ത്രങ്ങൾ അഖിലാണ്ട ചൈതന്യമേക എന്നരുളുന്ന പൊരുളായി സംക്രമം ഉദയ സംക്രമം എന്ന് പറഞ്ഞാൽ ആ സിനിമാ പാട്ട് കോപ്പി ചെയ്യുന്നു കോടതി. In fact, on reading the allegations against the accused person here in both crimes involving misappropriation of a large quantity of gold from the holy Sabarimala Sannidhanam, everybody, regardless of their caste or creed or stature, may be murmuring this song. എന്താണ് ആ സോങ്? പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ എന്ന ആ സിനിമാ ഗാനം. ശ്രീ സുഭാഷ് ബാബു, ഇവിടെ ഏറ്റവും ഒടുവിലെ ഇന്നിറങ്ങിയതല്ല, ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവിൽ വളരെ കൃത്യമായി നേരത്തെ സുഭാഷ് കപൂർ മോഡൽ ഉണ്ടായോ എന്ന സംശയം കോടതിക്ക് ആ സംശയം കൂടുതൽ ബലപ്പെടുന്ന വണ്ണം ശാസ്ത്രീയ പരിശോധനാ ഫലം, യഥാർത്ഥത്തിൽ ഞാൻ വായിച്ച എനിക്ക് മനസ്സിലായത് ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ അങ്ങേറ്റം സാങ്കേതികമാണ്. അത് കോടതിക്കും നിയമവ്യവസ്ഥയ്ക്കും മനസ്സിലാവുന്ന തരത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കൂ എന്നാണ് പറഞ്ഞതെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. അപ്പോഴും ഈ പറയുന്ന സ്വർണം എവിടെ, ദ്വാരപാലകരെ മൊത്തത്തിൽ കൊണ്ടുപോയോ തുടങ്ങിയ കാതലായ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും നമ്മുടെ മുന്നിൽ വ്യക്തമായ മറുപടിയില്ല. അറസ്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്, ഇനിയും വളരെ പ്രധാനപ്പെട്ട അറസ്റ്റ് ഉണ്ടാകുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോഴും ഭഗവാന്റെ സ്വത്ത് കണ്ടെത്താതെ അന്വേഷണം ആരെ അറസ്റ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം? സുഭാഷ് ബാബു, അല്ല, ഒരു കേസിൽ ഇതേമാതിരി വിശ്വാസവഞ്ചനയായാലും ശരി, മോഷണമായാലും ശരി, അത് കേട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 50% ആ കേസിൻ്റെ അന്വേഷണം എന്ന് പറയുന്നത് ആ മുതൽ കണ്ടെടുക്കുക എന്നുള്ളത്. അതായത് കളവ് അല്ലെങ്കിൽ വിശ്വാസവഞ്ചന ചെയ്ത് അപഹരിച്ച് ദുരുപയോഗം ചെയ്ത ആ മുതൽ കണ്ടെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ കുറേ ആളുകളെ ചോദ്യം ചെയ്തു, കുറേ വിവരം ശേഖരിച്ചു, കുറേ പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്നല്ലാതെ പ്രതികൾ പ്രഥമദൃഷ്ട്യാ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് 500 ഗ്രാം വരുന്ന സ്വർണം എടുത്തു, ഇനിയിപ്പോൾ 109 ഗ്രാം എന്തോ എടുക്കാൻ ബാക്കിയുള്ളത് പറയുന്നത്. പക്ഷേ അവിടുന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ദ്വാരപാലകരിൽ നിന്നും കട്ടിളപ്പാളിയിൽ നിന്നും മാത്രം പോയ സ്വർണത്തിൻ്റെ കണക്ക് ഏകദേശം ഇന്നത്തെ കോടതി ഉത്തരവിൽ സിംഗിൾ ബെഞ്ചിൻ്റെ ആണെങ്കിലും കോടതി ഉത്തരവ് 4149 ഗ്രാം അവിടുന്ന് പോയിട്ടുണ്ട്. അതിനകത്ത് ഇത്ര മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ. അത് കണ്ടുപിടിക്കാൻ ഇതുവരെ കാര്യമായിട്ട് നടപടികളൊക്കെ ഉണ്ടാവണം ഉള്ള ഒരു അർത്ഥം വെച്ചിട്ടാണ് ആ ഓർഡർ അതിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് അപൂർണമായിട്ട് അന്വേഷണമാണ് എന്നുള്ളത് അതിനകത്ത് ഓർഡറിൻ്റെ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ തന്നെ എല്ലാ കോടതികളും ഡിവിഷൻ ബെഞ്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഡിവിഷൻ ബെഞ്ചിൽ പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ മിസ്റ്റർ ആഷ്മി നേരത്തെ സൂചിപ്പിച്ച ഓർഡറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ദ്വാരപാലക ശില്പങ്ങൾ അവിടെ നിന്ന് മാറിക്കൊണ്ട് കട്ടിളപ്പാടികൾ ഇറക്കി കൊണ്ടുപോയതിന് VSSCയുടെ റിപ്പോർട്ട് പ്രകാരം എന്താണെന്ന് പറഞ്ഞാൽ അതിനകത്തെ ഒറിജിനൽ മാറ്റിയിട്ട് ഡ്യൂപ്ലിക്കേറ്റാണ് അവിടെ കൊണ്ടുവച്ചത് എന്നുള്ളതിൻ്റെ ധ്വനി അതിനകത്ത് വരുന്ന ആ ഉത്തരത്തിൽ വരുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് അതിനകത്ത് ഇപ്പോൾ ടെക്നിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ നെയിംസൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ സാധാരണ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ നമുക്ക് റിപ്പോർട്ട് തരുന്നത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് നമ്മളെന്താ ചെയ്യുന്നത്, അത് അവരോട് ചോദിച്ചതിന് ശേഷം ഈ ഓരോ അബ്രീവിയേഷൻസ് എന്താണെന്നും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നും അതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണ്, അതിൻ്റെ ടെസ്റ്റിംഗ് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ മാത്രമേ ഒരു സാധാരണക്കാരനോ അല്ലെ കോടതിക്ക് പോലും മനസ്സിലാവുള്ളൂ. അത് കോടതിയെ സംബന്ധിച്ചുള്ളതും ടെക്നിക്കൽ നെയിമുകളൊക്കെ ആയതുകൊണ്ട് കോടതിക്ക് ബോധ്യപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കോടതി അത് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ എടുത്തു മാറ്റി എന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞില്ല എന്നല്ലാണ്ട് അർത്ഥശങ്കയ്ക്കും വകയില്ലാത്ത മാതിരി തന്നെ അത് മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് ന്യായമായി സംശയിക്കുന്ന രീതിയിലാണ് ഉത്തരവ് പറഞ്ഞിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് സ്വർണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്നും അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളത് ഇത് ശരിക്ക് അവരെ ചോദ്യം ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് എന്താണെന്നുള്ള സാധാരണ മനുഷ്യന് ബുദ്ധിക്ക് മനസ്സിലാകുന്ന ന്യായമായ ഭാഷയിൽ അത് ഇംഗ്ലീഷിലോ മലയാളമോ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം മാത്രമേ അതിനൊരു വ്യക്തത വരുള്ളൂ. അതിനുശേഷം കോടതിയിൽ അടുത്ത ഉത്തരവിൽ എന്തായാലും ശരി 9-ാം തീയതി റിപ്പോർട്ട് കൊടുക്കുന്ന അവസരത്തിൽ അതിനെ തുടർന്ന് വരുന്ന റിപ്പോർട്ടിൽ എന്തായാലും ഇത് ഉണ്ടാവും, സംശയം വേണ്ട. പക്ഷേ കോടതിയുടെ തുടർച്ചയിൽ പറയുന്നുണ്ട്, കോടതിയുടെ പഴയ സുഭാഷ് കപൂർ അപ്രിഹെൻഷനെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് ശാസ്ത്രീയ പരിശോധനാ ഫലം എന്നുകൂടി കോടതി പറയുന്നുണ്ട്. കോടതിക്ക് ചില കൺവിക്ഷൻ മനസ്സിലാക്കലുണ്ട് കാര്യത്തിൽ. അതെ, അത് തന്നെ, അതാണല്ലോ ഈ ഒറിജിനൽ പോയി എന്നുള്ളതിന് ഞാനാ പറഞ്ഞ സൂചന അതിനകത്ത് നൽകിയിട്ടുണ്ട്. അത് ഇതേമാതിരി ഇത് വിഗ്രഹ കടത്തുകാരെ അല്ലെങ്കിൽ കച്ചവടക്കാരെ ഇതിൽ ഇടപെട്ടിട്ടുണ്ടെന്നും അവരുടെ കയ്യിലൂടെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള കൈമാറ്റങ്ങൾ നടന്നതും അതിന് വേണ്ടിയിട്ടുള്ള പണമിടപാടുകൾ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു സൂചനയാണ് കോടതിയെ സംബന്ധിച്ച മതി. അപ്പോൾ എന്തായാലും ശരി, ഈ അവിടുന്ന് മാറ്റപ്പെട്ട ഈ പാളികളെല്ലാം അതല്ല, അത് മാറ്റപ്പെട്ടിരിക്കുന്നു. അത് മാറ്റപ്പെടുത്തതിന് ശേഷം അത് ഗോൾഡ് എടുക്കുന്നതിന് വേണ്ടി ഗുണമുള്ളാത്ത കാര്യമല്ലാണ്. അതുകൊണ്ട് അതേ രീതിയിലോ അത് ഏതെങ്കിലും രീതി പാർട്ടായിട്ടോ അത് വിറ്റിട്ടുണ്ടാകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. നമ്മളൊക്കെ നേരത്തെ പറയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ SITയെ സംബന്ധിച്ച്. SIT ആ കാര്യത്തിൽ
വിജയിച്ചിട്ടില്ല. അവർക്ക് ഫലപ്രദമായ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊരു വിവരം ഇത് കിട്ടിയതായിട്ട് കോടതിയിൽ ഇതുവരെ പറഞ്ഞതായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കോടതിയിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ, സാധാരണ കേസിൽ നിന്ന് വ്യത്യസ്തമായി കോടതി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന, അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ, സാധാരണ ഒരു കേസിലും എൻ്റെ അനുഭവത്തിൽ ഒരു കേസിലും ഉണ്ടായിട്ടില്ല, ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് ഇതിന് മോണിറ്റർ ചെയ്യുന്ന ജഡ്ജിമാർ നേരിട്ട് വിളിച്ച് ചോദിക്കുകയാണ് എന്താണ് വിവരം. അതായത് രേഖപ്പെടുത്തപ്പെടാത്ത അവരുടെ കയ്യിലുള്ള വിവരങ്ങൾ അന്വേഷണത്തിന് വിധേയമാക്കി തെളിവിലേക്ക് മാറ്റപ്പെടേണ്ട വിവരങ്ങൾ ഉൾപ്പെടെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കോടതി ചോദിച്ചറിയുകയോ അല്ലെങ്കിൽ കോടതി അവർ ധരിപ്പിക്കുകയോ ചെയ്തിട്ടുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണത്തെ സംതൃപ്തി എന്ന് പറയുന്ന കോടതി പറയാനുള്ള കാരണം. അത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അത് രേഖയിൽ നമുക്ക് പുറത്തു വരുന്ന രേഖയിലൊന്നും മനസ്സിലാവില്ല. അത് രേഖപ്പെടുത്തപ്പെടുകയുമില്ല തൽക്കാലം. അഥവാ ഇനി ഉണ്ടെങ്കിൽ തന്നെ വാചികമായിട്ട് കോടതിയുമായിട്ട് മാത്രമേ ഈ ആശയവിനിമയം നടത്തുന്നുള്ളൂ. അതുകൊണ്ട് എന്തായാലും ശരി, നമുക്ക് അതിനകത്ത് കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡ് ഇൻവെസ്റ്റിഗേഷൻ എന്തായാലും ഉണ്ടാകുമെന്ന് ന്യായമായി നമുക്ക് സംശയിക്കാം. ആ സംശയിക്കുന്ന അവസരത്തിൽ പ്രതികളാകാൻ ആരാ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതും പറയാൻ പറ്റില്ല. കാരണം നമുക്കവിടെ മുമ്പിലില്ല. പലരെയും നമുക്ക് സംശയിക്കാം. ആ FIR ആദ്യം പറഞ്ഞ 3 പേരെ ഇനി അറസ്റ്റ് ചെയ്യേണ്ട, അതും ഇന്നത്തെ ഓർഡറിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഇന്ന 3 ആളുകളെ അറസ്റ്റ് ചെയ്യേണ്ട. അവരൊന്നും അപ്രധാനമായ ആളുകളാണ്, ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ്, ചെറിയ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവരെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തായാലും ശരി, 3, 2, 5 ആളുകളെ 2 കേസിലായിട്ട് അറസ്റ്റ് ചെയ്യാൻ. അങ്ങനെ അപ്രധാനമായ ആൾക്കാരാണെങ്കിൽ ഇതിനോടകം അറസ്റ്റ് ചെയ്യേണ്ടതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ എത്ര ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ ഇതിനോട് തന്നെ അറസ്റ്റ് ചെയ്യുക. അപ്പോൾ അപ്രധാനമായ ആൾക്കാരാണെങ്കിൽ ഇതിനോട് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. 2 പേരുടെ പേര് ഈ പറഞ്ഞ വിക്ടിം മൊഴികളിൽ നിന്നൊക്കെ കോടതി എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന കാര്യം നമുക്കറിയില്ല. അത് ഈ പറയുന്ന ചില ആളുകൾ പറയുന്നുണ്ട്, നമുക്ക് മുന്നിൽ ചോദ്യം ചെയ്ത് കടകംപള്ളി പ്രശാന്തുമാണെന്നൊക്കെ പറയുന്നത് നമുക്കറിയില്ല. അത് കോടതി തീരുമാനിക്കട്ടെ. രാജു പി നായർ, ശ്രീ രാജു പി നായർ, ഇവിടെ ഏറ്റവും കൂടുതൽ ഇടക്കാല ഉത്തരവിൽ കോടതി ഈ ദ്വാരപാലക ശില്പങ്ങളുടെയും കട്ടളപ്പാലിൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, ഇത് പണ്ടോരപ്പെട്ടി തുറക്കലാണെന്ന് പറയുന്നുണ്ട്. അവിടെ നടക്കുന്നത് മഹാകൊള്ളയാണ് എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. അത് ഈ കാലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്നും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ 2019 അങ്ങോട്ടും 19 ഇങ്ങോട്ടും നടക്കുന്ന അന്വേഷണങ്ങൾ വിശദമായി വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് എല്ലാ കാലത്തെയും അന്വേഷണത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് അടൂർ പ്രകാശിനൊക്കെ അങ്ങ് പൂർണ്ണമായി സമാധാനത്തോടെ ഇരിക്കാൻ സമയമായോ? അടൂർ പ്രകാശിന് ഇപ്പോൾ നേർക്കുന്ന ബന്ധമൊന്നും നിലവിൽ ആരോപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ശ്രീ രാജു പി നായർ, PK ഗോപന് മറുപടി. അല്ല, ഏത് കൊല്ലത്തെയും എത്ര നാൾ പുറകിലേക്കും ഇത് അന്വേഷണം നടത്തിയിട്ട് ഞങ്ങൾക്ക് യാതൊരു അങ്കലാപ്പുമില്ല. ഇനി ആരുണ്ടെങ്കിലും അതിനകത്ത് ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. എന്തായാലും കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാവിനെ SIT തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്യുകയോ ജാമ്യം നിഷേധിച്ച് ജയിലിനകത്ത് വിടുന്നാൽ PK ഗോപൻ വരുന്ന പോലെ നാണംകെട്ട പ്രതിരോധമായിട്ട് കോൺഗ്രസ് വരില്ല. നാണംകെട്ട പ്രതിരോധമായിട്ട് മനസ്സിലായി, ഞങ്ങൾ വരില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഇതാണ്, ശ്രീ ഗോപൻ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് സോണിയാഗാന്ധിയുടെ ബന്ധത്തെ സംബന്ധിച്ച് ഞങ്ങൾ ആരെങ്കിലും സോണിയാഗാന്ധി കടത്തിക്കൊണ്ടുപോയി ഇത് പറഞ്ഞിട്ടില്ല എന്നാണ്. അങ്ങനെയാണോ? അല്ലല്ലോ. ശ്രീ PK ഗോപൻ തന്നെ പല ചർച്ചയിലും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിയ ബ്രേസ്ലെറ്റ് എന്ന് പറഞ്ഞ വേറെ അനിൽകുമാറാണ് പറഞ്ഞത്. പിന്നെ എന്താ ആൻറ്റിക് ഷോപ്പുണ്ട് ഇറ്റലിയിൽ, കടത്തിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞത് ഇദ്ദേഹം. ഈ MA ബേബി എന്ന് പറയുന്ന CPM ബ്രാഞ്ചിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് ബ്രാഞ്ച് സെക്രട്ടറിയുടെ വില പോലും കൊടുക്കാതെ കൊണ്ടാണോ MA ബേബി സോണിയാഗാന്ധി ഒരിക്കലും ഇതിനകത്തേക്ക് വലിച്ചിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് MA ബേബിയുടെ പ്രസ്താവന മുഖവിലേക്ക് എടുക്കാത്തത്? ഇപ്പൊ പാവത്തിന് ഇപ്പൊ ബ്രാഞ്ച് സെക്രട്ടറിയുടെ പണിയാ, വീട്ടിൽ കയറി പാത്രമൊക്കെ കഴുകി കൊടുക്കുകയാണ്. പഴയ മാധ്യമ പ്രവർത്തനം ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാ കാലത്തും കഴുകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിൽ മാത്രം കഴുകുന്ന പാത്രം കഴുകല് ചിലപ്പോൾ കോമഡി സ്കിറ്റായി മാറും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം കഴുകട്ടെ, പാത്രം കഴുകാനൊക്കെ പഠിക്കട്ടെ, നല്ലതാണ്. പണ്ടത്തെ ബംഗാളിലെ ജീവിക്കുന്നത്, അപ്പൊ അത് ഇരിക്കട്ടെ. കയറി പാത്രം കഴുകിയെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. സ്വന്തം വീട്ടിലെ പാത്രമൊന്നുമില്ല, വേറെ വീട്ടിലെ പാത്രമാണ്. അത് പോട്ടെ, അതവിടെ നിൽക്കട്ടെ. അപ്പൊ അതൊക്കെ ഇവര് അത്തരത്തിൽ പുതിയ CPMന്റെ കരകോലും ഉണ്ടല്ലോ, CPMന്റെ കരകോലും കൊടുക്കുന്ന തന്ത്രങ്ങളായിരിക്കാം. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ സോണിയാഗാന്ധിക്കെതിരെ ഒരു നിലപാടെടുക്കാൻ തയ്യാറാവാത്ത MA ബേബിയെ ശ്രീ PK ഗോപൻ വില വെക്കാത്തത് അതുകൊണ്ടായിരിക്കാം. സോണിയാഗാന്ധിക്കെതിരെ ഇതിനകത്ത് ആദ്യം ഇവർ നടത്തിയ ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് കോൺഗ്രസിന് തലയിൽ കൂടി വെച്ചു കൊടുക്കാൻ നടത്തിയ കേസെല്ലാം പരാജയപ്പെട്ടു പോയി, തകർന്നടിഞ്ഞുപോയി. അതോടെയാണ് പിന്നെ അതിൽ നിന്ന് പിൻവാങ്ങിയത്. മനസ്സിലായില്ലേ? അതിൽ മുഖ്യമന്ത്രി തന്നെ ആ ഫോട്ടോ ഉയർത്തിക്കൊണ്ട് നടത്തിയത് നമുക്കറിയാലോ. ഞാൻ പറഞ്ഞെന്താ, ഞങ്ങൾ ഒരു ഘട്ടത്തിലും എപ്പോഴാ മുഖ്യമന്ത്രി ആ ഫോട്ടോ ഉയർത്തിക്കൊണ്ട് ആ രാഷ്ട്രീയം പറയാൻ തീരുമാനിച്ചപ്പോൾ മാത്രമാണ് ഞങ്ങൾ അതിനകത്ത് തിരിച്ചൊരു പ്രതിരോധം എടുത്തത്. ഞങ്ങളുടെ കേസ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. 2019 ഈ കേസിന് ആധാരമായിട്ടുള്ള ഗൂഢാലോചന തെളിയിക്കുന്ന ഉത്തരവ്,
ആ ഉത്തരവ് എങ്ങനെയാണ് പത്മകുമാർ കൈകൊണ്ട് തിരുത്തി പിത്തളപ്പാളി എന്നുള്ളത് മാറ്റി ചെമ്പ് പാളിയാക്കി മാറ്റിയത്? അതിനകത്ത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറായി വന്നത്? അവിടെയാണല്ലോ ഈ ഗൂഢാലോചന എല്ലാം തുടങ്ങുന്നത്. ആ ഗൂഢാലോചന ആ ഉത്തരവിൽ തുടങ്ങിയതിന് ശേഷം 39 ദിവസം കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി MG റോഡിൽ കൊണ്ടേ വെച്ചിട്ട് അയ്യപ്പൻ്റെ ദ്വാരപാല ശില്പം കൊണ്ട് ആർക്കെങ്കിലും വേണോ എന്ന് ചോദിച്ച് കച്ചവടം നടത്തിയതല്ല. അയ്യപ്പൻ ഹരിവരാസനം ചൊല്ലി കിടന്നുറങ്ങിയ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടാമ്പാലയായിട്ട് പോയി ഇളക്കിയതുമല്ല. മറിച്ച് വളരെ കൃത്യമായിട്ട് കോടതി തന്നെ പല ഉത്തരവുകളിലും സൂചിപ്പിച്ച പോലെ അന്താരാഷ്ട്ര ക്ഷേത്ര കവർച്ചാ സംഘത്തിൻ്റെ മാതൃകയിൽ നടത്തിയ കൊള്ള എന്ന് പറഞ്ഞാൽ കൃത്യമായ ഗൂഢാലോചന നടത്തി ഇത് ഇവിടുന്ന് കടത്തിക്കൊണ്ടുവരാനുള്ള ലോജിസ്റ്റിക്സ് ഉൾപ്പെടെയുള്ള കൃത്യമായ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഉണ്ടായതാണ് ആ ഉത്തരവ്. SIT എത്രമാത്രം പ്രകീർത്തിക്കാൻ നമുക്ക് വേണമെങ്കിൽ. പക്ഷേ ഇപ്പോഴും ഇപ്പം സുഭാഷ് സാറിവിടെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോഴും ഹൈക്കോടതി പറഞ്ഞ ഒറിജിനൽ ദ്വാരപാലക ശില്പം, ഒറിജിനൽ കട്ടള, ഒറിജിനൽ സ്വർണ്ണപ്പാളി എവിടെ പോയി എന്നറിയില്ല, കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ കോടതി ഇന്ന് സിംഗിൾ ബെഞ്ചാ പറഞ്ഞെന്ന് പറഞ്ഞു. സിംഗിൾ ബെഞ്ച് എന്താ പറഞ്ഞത്? 90 ദിവസം കഴിഞ്ഞാൽ സ്വാഭാവികമായ ജാമ്യം ഇവർക്ക് കിട്ടും, ഇല്ലേ? അയ്യപ്പന്റെ മുതൽക്കട്ട കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടുത്ത ക്ഷേത്രക്കൊള്ളയിലെ പ്രതികൾക്ക് 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായ ജാമ്യം ലഭിക്കും. അതല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? മുരാരി ബാബുവിന് അടുത്ത് കിട്ടും, പത്മകുമാറിന് കിട്ടും, വാസുവിന് കിട്ടും, ഇവർക്കെല്ലാം കിട്ടില്ലേ? അവസാനം ആ പാവം ആശുപത്രി കിടക്കുന്ന ആൾ മാത്രം ജാമ്യത്തിലല്ലാണ്ട് കിടന്നിട്ട് വല്ല കാര്യമുണ്ടോ? എവിടെ എത്തി അന്വേഷണം? ആ അന്വേഷണം എവിടെ എത്തി ചോദിക്കണ്ടേ നമ്മൾ? ആ അന്വേഷണം കൃത്യമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇത് എവിടെയാണ് പോയതെന്ന് കണ്ടുപിടിക്കണം. ഹാഷ്മിക്ക് തോന്നുന്നുണ്ടോ അതിനകത്ത് നിന്ന് എടുത്ത 1 കിലോ സ്വർണത്തിന് ഉരുക്കിയെടുത്ത സ്വർണം കൊണ്ടാണ് ഈ കള്ള മുഴുവൻ അതാണ്? സുഭാഷ് കപൂർ പറഞ്ഞ ഏറ്റവും കൂടുതൽ ഉത്തരവിലും കോടതി പറയുന്നത് കോടതിയുടെ ആ സംശയം കൂടുതൽ ബലപ്പെടുന്നു തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ദ്വാരപാലക ശില്പത്തിലും കട്ടളപ്പാളിയിൽ നിന്ന് ഇളക്കിയ സ്വർണം ഉരുക്കി വിറ്റു എന്ന് പറഞ്ഞ് ബെല്ലാരിയിൽ പോയി ഒരു കട്ട കണ്ടുപിടിച്ചാൽ ഈ കേസ് എന്താവും? അതാണോ കച്ചവടം? അന്താരാഷ്ട്ര ക്ഷേത്ര കൊള്ള നടക്കുന്ന അങ്ങനെയാണോ? ആ കട്ടയൊന്നും SIT മുഖവരിക്ക് എടുത്തിട്ടേ ഇല്ല. ഈ കട്ട ഗോവർദ്ധം കൊണ്ട് പറഞ്ഞ് എന്റെ ഈ കട്ടയുണ്ട് എന്നൊന്ന് ഗോവർദ്ധം കൊണ്ടുകൊടുത്താ അങ്ങോട്ട് മാറ്റി വെച്ചു എന്നല്ലാതെ SIT ഒന്നും ആ കട്ട മുഖവരിക്ക് എടുത്തിട്ടേ ഇല്ല. രാജു പിന്നെ ഞാൻ തിരികെത്തുന്നുണ്ട്. ഇടവേള പിക്കോമൻ രാഷ്ട്രീയ പ്രതിരോധം അപ്രധാനമൊന്നല്ല. ഇപ്പോൾ അങ്ങ് CPM വക്താവായി രാഷ്ട്രീയ പ്രതിരോധം തന്നെയാണ് അങ്ങയുടെ ഉത്തരവാദിത്വം. പക്ഷേ രാഷ്ട്രീയ പ്രതിരോധത്തിനപ്പുറം ഈ അങ്ങ് പറഞ്ഞ പേരുകൾ, അല്ലെങ്കിൽ CPM പറഞ്ഞ പേര് അടൂർ പ്രകാശോ ആന്റണിയോ സോണിയാഗാന്ധിയോ ഈ പറയുന്ന ആരുമോ അന്വേഷണത്തിൻ്റെ ഈ പറയുന്ന നടന്ന നാട് ഞെട്ടിയ ഒരു ക്ഷേത്രക്കൊള്ളയുടെ അന്വേഷണ പർവിലോട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി ഈ പറഞ്ഞ വാജിവാഹനമാട്ടെ ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ അറിവോടെയാണ് കൊടുത്തതെന്ന് രേഖകൾ പുറത്തു വരുമ്പോൾ അതും എത്രത്തോളം അന്വേഷണത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന സംശയം അവിടെ നിൽക്കുന്നുണ്ട്. ഇനി കൊടിമരക്കാലത്തേക്കോ അന്വേഷണം നടക്കട്ടെ. പക്ഷേ നിലവിലെ അന്വേഷണ പർവ്യൂവിൽ ഈ പറയുന്ന UDF കാലത്തെയോ കോൺഗ്രസിനെയോ നേർക്കുനേർ ആരോപിക്കത്തക്ക ആരുടെയും പേര് ഇതുവരെ വരുന്നില്ല. സത്യം എന്താണ്? സത്യം ആ ക്ഷേത്രക്കുള്ളിൽ അകത്ത് കിടക്കുന്നതിൽ പ്രധാനി അങ്ങയുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം തള്ളിക്കൊണ്ട് പത്മകുമാർ ജാമ്യം തള്ളിക്കൊണ്ടിരിക്കുന്ന ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് എന്താണ്, ഇഫ് ശ്രീ A. Padmkumar will be released at this stage, who held the post of president of Travancore Devaswam Board and a former member of Legislative Assembly, is very influential, and if he will be released on bail, he would definitely interfere with the investigation, including the recovery of the remaining part of the gold alleged to be misappropriated. അടിച്ചുകൊണ്ട് പോയ സ്വർണം കണ്ടെത്തുന്നതിലടക്കം പത്മകുമാറിനെ ഈ ഘട്ടത്തിൽ ജാമ്യത്തിൽ പുറത്തുവിട്ടാൽ അന്വേഷണം അട്ടിമറിക്കും എന്ന് കോടതി ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുകയാണ് ശ്രീ A. Padmkumar. അദ്ദേഹത്തിനെതിരെ ഒരു നടപടി പോലും എടുക്കാതെ അങ്ങ് അടൂർ പ്രകാശ് നേരെ കൈ ചൂണ്ടിയാൽ അത് ആത്മാർത്ഥമാവുമോ? എന്തെങ്കിലും വില കിട്ടുമോ അതിന്? ശ്രീ ഹാഷ്മി, അത് പ്രോസിക്യൂഷൻ ആണല്ലോ അവർക്ക് ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് വാദിച്ചത്, ഈ കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കോടതി ആ നിരീക്ഷണം നടത്തിയത്. പ്രോസിക്യൂഷൻ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായമാണല്ലോ അവിടെ പറയുന്നത് പൊതുവേ. അത് തർക്കമുള്ള കാര്യമല്ലല്ലോ. അപ്പം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ആര് കുറ്റം ചെയ്താലും നടപടി സ്വീകരിക്കണമെന്ന് ആത്മാർത്ഥത ഉണ്ടെന്ന് അതിലൂടെ മനസ്സിലാവുമല്ലോ. മറ്റൊരു കാര്യം അങ്ങ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങ് പറഞ്ഞാലും അവതാരകരായി ഞങ്ങൾ പറഞ്ഞാലും ഒരു ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഏറ്റവും നിലവാരം കുറഞ്ഞ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് പറയുന്ന ആളിനെ മാത്രമല്ല ബാധിക്കുന്നത്, നിങ്ങളുടെ അന്തരീക്ഷത്തെയും ബാധിക്കും. നിങ്ങളുടെ കാഴ്ചക്കാരായി ശ്രോതാക്കളായിട്ട് വൈകുന്നേരം ചാനലിന് മുമ്പിൽ ഇരിക്കുന്നവരെ കൂടി അപഹസിക്കലാണ്. അതുകൊണ്ട് ഇത്തരം അവതാരങ്ങളൊക്കെ മര്യാദയ്ക്ക് വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കാൻ പറയണം. അദ്ദേഹം ഇവിടെ പറഞ്ഞത് CPM ജനറൽ സെക്രട്ടറി പാത്രം കഴുകാൻ പോകുന്നു എന്നുള്ളതാണ്.
എന്തായാലും പൊറോട്ട കണ്ടപ്പോൾ എടുത്തു ചാടുകയും കടലിൽ ചാടുകയും ചെയ്തു എന്ന് പറയാതിരുന്ന കാര്യമായി. അങ്ങനെ ചെയ്ത രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. അവർ ചെയ്ത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പിന്നെ സഖാവ് MA ബേബി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് പാത്രം കഴുകുന്ന ആളാണ്. അങ്ങനെ ശീലിക്കും. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നവരാണ്. പാത്രം കഴുകൽ ഒരു മോശമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. ഞാനും അങ്ങനെയാണ്. പിന്നെ സഖാവ് MA ബേബി വീട്ടിൽ പോയത് പാത്രം കഴുകാനുമല്ല. ഞാനും അങ്ങനെയാണ്. അല്ല, അങ്ങനെ മാത്രമല്ല, സാമൂഹികമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ ചിന്തിക്കുന്ന കാര്യമാണ് അത് അങ്ങനെ ചെയ്യും. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിയൊക്കെ ജീവിക്കുന്നത് 15ഉം 16ആം നൂറ്റാണ്ടിലാണ്. അതുകൊണ്ട് അവർക്ക് ഇതുവരെ വണ്ട് കിട്ടിയിട്ടില്ല. അങ്ങോട്ട് 21ാം നൂറ്റാണ്ടിലേക്ക് വണ്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പാത്രം കഴുകൽ ഒരു മോശമാണ്, ചെത്തു തൊഴിൽ ഒരു മോശമാണ്. അവരുടെ ഒരു നേതാവാണല്ലോ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ചെത്താൻ പോയാൽ മതിയെന്ന്. അതൊരു ആക്ഷേപമാണല്ലോ. അതുപോലെ തയ്യൽ ടീച്ചർ, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ടീച്ചർമാരിൽ തയ്യൽ ടീച്ചർക്ക് എന്തോ കുഴപ്പമുള്ളതുപോലെയാണ്, വേറെ ടീച്ചർമാർ മാത്രമേ മികച്ചതാവുള്ളൂ. തയ്യൽ ടീച്ചർ എന്നാണ് KK ശൈലജ ആക്ഷേപിക്കുന്നത്. മാത്രമല്ലല്ലോ, ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ മാത്രമല്ല ഇവരിങ്ങനെ ആക്ഷേപിക്കുന്നത്. പത്രസമ്മേളനത്തിന് പ്രതിപക്ഷ നേതാവ് സമയത്തെത്തിയില്ലെങ്കിൽ രാജ്യത്തെ ഏറ്റവും മോശപ്പെട്ട തെറി ഉപയോഗിച്ച് KPCC പ്രസിഡന്റ് അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യുന്നത് നമ്മൾ മൊത്തം കേട്ടതാണ്. ആ സ്കൂളിൽ പഠിക്കുന്നവരിൽ നിന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വാക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതേയില്ല. ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ട് വേണമല്ലോ അതിനെക്കുറിച്ച് പറയാൻ. ഞങ്ങൾ അത്തരം വാക്കുകൾ മാത്രമേ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അദ്ദേഹം പറഞ്ഞത് നാണംകെട്ട പ്രതിരോധമായിട്ട് വരത്തില്ലെന്നാണ്. ഇത്ര ഉളുപ്പില്ലാത്ത ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നാണംകെട്ട പ്രതിരോധമായിട്ട് ഇവിടെ നിരങ്ങിയിട്ടുള്ളത്? ഞങ്ങൾ പറയുന്ന പ്രതിരോധത്തിൻ്റെ സത്ത എന്താ? ഞങ്ങൾ പറയുന്നത്, ഇവിടെ ഹാഷ്മി ആവർത്തിച്ച് ചോദിച്ചല്ലോ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇന്നയാൾ ഇത് ചെയ്തിട്ടില്ല എന്ന്? ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് ഉറപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തുകൊണ്ടാണ് പറയാത്തത്? ഏത് വിധത്തിലും ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ആര് ഇതിൽപ്പെട്ടാലും അത് ശിക്ഷിക്കപ്പെടണമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത പ്രശ്നം എന്താ? കോൺഗ്രസ് പ്രതിനിധി ശ്രീ രാജു ഇവിടെ പറഞ്ഞതെന്താ? CPIMന്റെ കനകൂലും. അതെന്തൊരു ശൈലിയാണ്? ഈ കേരള കാളിദാസൻ ഉണ്ണായി വാര്യർ എന്നൊക്കെ പറയുന്ന പോലെ CPIMന്റെ കനകൂലും നിങ്ങളുടേതാ. BJPക്ക് അഡ്വൈസ് കൊടുത്ത ആളാണ് കനകൂലും. അതുകൊണ്ടാണ് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി കേരളത്തിൽ നിങ്ങൾ പരിശ്രമിക്കുന്നതിൻ്റെ കാരണം അതാണ്. കാരണം അദ്ദേഹം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി BJPക്ക് വോട്ട് പിടിച്ചു കൊടുത്ത ആളാണ്. നിങ്ങൾ 50 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ കൂടെ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെ മൊത്തം മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ വർഗീയത ഇളക്കാൻ പറഞ്ഞു. നിങ്ങൾക്ക് തന്ന ഉപദേശമാണ്. മലപ്പുറത്തും കാസർഗോഡും ജയിച്ചവരുടെ പേര് CPMന്റെ അല്ല, അത് ഞാൻ പറയാം. CPMന്റെ കനകോലു എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. കനകോലു ഇളക്കി വിട്ടിരിക്കുന്ന വർഗീയതയാണ്. ആ വർഗീയതയുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അലയോലികളാണ്, അതിൻ്റെ പ്രതികരണങ്ങളാണ് ചർച്ചയിലൂടെ വരുന്നത്. ആ ചർച്ചയിൽ CPMന്റെ രാഷ്ട്രീയത്തിന് നിരക്കാത്ത സമീപനം സ്വീകരിച്ചാൽ തിരുത്താൻ പറയും. അപ്പം തിരുത്തിക്കോണം. അതാണ് CPM. അതല്ലാതെ ഇഷ്ടമുള്ള വർത്താനം പറഞ്ഞു, ഇഷ്ടമുള്ള ഭാഷ കാണിച്ചും ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ CPMന് അവകാശമില്ല. ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ബലത്തിലും ഒരു രാഷ്ട്രീയ സംഘടനാ രൂപം, നിയതമായ രാഷ്ട്രീയ സംഘടനാ രൂപം അനുശാസിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അതുകൊണ്ട് അവർ പറയുന്ന വാചകങ്ങളിൽ എവിടെയെങ്കിലും അപഭ്രംശം സംഭവിച്ചാൽ ുള്ള ബാധ്യത അവർ ഏറ്റെടുത്തോണം. അത് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ സമീപനം സ്വീകരിക്കുന്നത്. പറഞ്ഞ വിഷയത്തിൽ ഇതല്ല വിഷയം എടുത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇടപെട്ടില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞ പത്മകുമാറിനെ തോന്നുന്നില്ലേ അത് എന്ന് പറഞ്ഞാൽ താങ്കൾ തന്നെ പറയുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചതാണ്, പ്രോസിക്യൂഷൻ സർക്കാരേതാണ് എന്ന് പറയാണല്ലോ. ആ പ്രോസിക്യൂഷൻ സർക്കാർ പറയാണ് എന്താണ് ഈ പറയുന്ന പത്മകുമാർ അപകടകാരിയാണ്. ഉത്തരവിൽ ഹൈക്കോടതി പറയാണ് ഇയാൾ വലിയ സ്വാധീന ശക്തിയുള്ള ആൾ. എന്തുകൊണ്ട് സ്വാധീന ശക്തി? ഇയാൾ മുൻ MLA ആണ്, ഇയാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, പുറത്തിറങ്ങിയ അന്വേഷണം അട്ടിമറിക്കും എന്ന് കോടതി ഉത്തരവിട്ട് വെച്ചിരിക്കാന്നേ. എന്നിട്ട് ഒരു കേവല നടപടി പോലും ഇല്ലാതെ അടൂർ പ്രകാശ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ടോ? കോടതി നിങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഉത്തരവുണ്ടോ? ഞാൻ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഇന്നിറങ്ങിയ ഉത്തരവ്. അതെ, കോടതി ജാമ്യം എന്തുകൊണ്ട് തള്ളുന്നു എന്ന് പറയുന്ന അത് ജാമ്യം തള്ളിക്കൊണ്ട് സാർ പറയട്ടെ സാർ, ഹാഷ്മി, ജാമ്യം തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ ഇടപെടലാണ്. സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല, FIR ആണ് സമർപ്പിച്ചിട്ടുള്ളത്. ഓരോ ഇടക്കാല റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം തള്ളാനുള്ള കാരണം കോടതിക്ക് പറയണം. അങ്ങനെയാണ് കോടതി ഉത്തരവാണെങ്കിൽ പിന്നെ പത്മകുമാറിന് വേണ്ടി നാളെ ജാമ്യത്തിന് പോകണ്ടല്ലോ. അല്ല, ചുമ്മാ പറയുമോ കോടതി? ആണെങ്കിൽ പിന്നെ ജാമ്യത്തിന് വേണ്ടി പോകേണ്ട കാര്യമില്ലല്ലോ. ഇനി കോടതിയുടെ കൺവിക്ഷനും കോടതിയുടെ ബോധ്യമല്ലേ ഇയാൾ പുറത്തിറങ്ങിയ അന്വേഷണം അട്ടിമറിക്കും എന്ന് കോടതിയുടെ ബോധ്യമല്ലേ അത് പറയുന്നത്? പൊതുജനങ്ങളുടെ മുമ്പിൽ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാതെ. അതെങ്ങനെയാണ് ഞാൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ്? കോടതി ഉത്തരവ് എഴുതി വെച്ചിരിക്കാം. കോടതി ഒരു നിമിഷം ഞങ്ങൾ മാറ്റി വെക്കത്തില്ലല്ലോ ശ്രീ ഹാഷ്മി, ഒരു നിമിഷം ഞങ്ങൾ മാറ്റി വെക്കത്തില്ലല്ലോ. കോടതി ഉത്തരവായിട്ട് വരട്ടെ.
പിന്നെ പ്രധാന പ്രശ്നം എന്താ, ഇവരെന്താ മിണ്ടാത്ത? ഇത്രയും സമയം ചർച്ചയിൽ പങ്കെടുത്തതിൽ കോൺഗ്രസിന്റെ പ്രതിനിധി തന്ത്രിയെക്കുറിച്ച് എന്താ പറഞ്ഞേ? എന്തോ പറഞ്ഞു? ഇവർ പത്രസമ്മേളനം നടത്തുമ്പോൾ തന്ത്രിയെക്കുറിച്ച് എന്താ പറയാത്തെ? BJPയുടെ ബഹുമാന്യനായ നേതാവ് പറഞ്ഞത് തന്ത്രിയേക്കാൾ വലുതാ മന്ത്രി. അല്ല സാർ, ആചാരാനുഷ്ഠാനങ്ങളിലും വാജീവാഹനം കൈമാറ്റം ചെയ്യലും കൊടിമരം മാറ്റി സ്ഥാപിക്കലിലും മന്ത്രിക്ക് ഒരു റോളും ഇല്ല സാർ. ശബരിമലയിൽ അത്തരം കാര്യങ്ങളിൽ മന്ത്രിക്ക് ഒരു കാര്യമില്ല. അത് ദേവസ്വം ബോർഡുണ്ട് അവിടെ. ആ ദേവസ്വം ബോർഡിന് മാത്രമേ അധികാരമുള്ളൂ. ദേവസ്വം ബോർഡിനെ കോർഡിനേറ്റ് ചെയ്യാനും മറ്റു വകുപ്പുകളെ കോർഡിനേറ്റ് ചെയ്യാനേ മന്ത്രിക്ക് അധികാരമുള്ളൂ. ദേവസ്വം ബോർഡിന്റെ ആളുകളെ നിശ്ചയിച്ചു കൊടുത്താൽ മന്ത്രിക്കും ഗവൺമെന്റിനും അധികാരമില്ല സാർ. അതാണ് ഭരണഘടന. അതുകൊണ്ട് മന്ത്രിയേക്കാൾ വലുത് തന്ത്രി തന്നെയാണ്. ആചാരാനുഷ്ഠാനങ്ങളിൽ അപ്പോസ്തലൻ ആരാ? വാജീവാഹനം കൊണ്ടുപോകണോ വേണ്ട തീരുമാനിക്കുന്ന ആരാ? ആ ശബരിമല ശ്രീകോവിലിനകത്തുനിന്ന് ഒരു സാധനം പുറത്തേക്കോ അകത്തേക്കോ വരണമെന്ന് ആത്യന്തികമായി തീരുമാനിക്കുന്ന ആരാ? ദേവന്റെ അനുജ്ഞ വായിക്കുന്ന ആരാ? പുറത്തുപോയി പൂജ നടത്തുന്നത് ആരാ? തന്ത്രിയെ പിടിച്ച് മന്ത്രിയൊക്കെ വെച്ചാൽ പോലെ ശബരിമലയിലെ ദേവസ്വത്തിന്റെ മൊത്തം ഉത്തരവാദിത്തം തന്ത്രിയാണെങ്കിൽ എത്രയോ വലിയ ആളാണ് തന്ത്രിയെ പിടിച്ച് ദേവസ്വം മന്ത്രി ആയിക്കൂടെ? പി കെ കോവൻ ജനാധിപത്യ രാജ്യത്ത് സംസാരിക്കുമ്പോ ഇപ്പൊ തന്ത്രിയേക്കാൾ വലുതല്ല മന്ത്രി എന്ന് പറഞ്ഞാലേ മണ്ടത്തരം ചോദിക്കരുത്. അത് BJP നേതാക്കന്മാർക്ക് ചോദിക്കാം. അങ്ങീ മണ്ടത്തരം ചോദിക്കരുത്. കാരണം തന്ത്രിയാണ് എല്ലാമെങ്കിൽ പിന്നെന്തിനാ മന്ത്രി അവിടെ? ദേവസ്വം ബോർഡിനെ എന്തിനാണ് ദേവസ്വം? അവിടെ അകത്തുള്ള മൊത്തം അടിച്ചോണ്ട് പോയി വിറ്റു ഇയാൾ ആര്? പോറ്റി കൂട്ടരും. പിന്നെ മന്ത്രിക്ക് എന്താ ഉത്തരവാദിത്വം? ഒന്നുമില്ലെങ്കിൽ അല്ല, മന്ത്രിക്ക് ഉത്തരവാദിത്വം ഇല്ലല്ലോ. മന്ത്രിക്ക് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം അറസ്റ്റ് ചെയ്യുന്ന മന്ത്രിയായിരുന്നു സാർ. അതുകൊണ്ടല്ലേ ദേവസ്വം ബോർഡിനെ പിടിച്ചത്, പിന്നെ തന്ത്രിയെ പിടിക്കുന്നത്. ഇപ്പൊ SIT എന്തിനാ തന്ത്രി അറസ്റ്റ് ചെയ്തത്? മന്ത്രിയെ അറസ്റ്റ് ചെയ്താൽ പോരായിരുന്നോ? ഇതൊന്നും ആർക്കും അറിയാൻ വയ്യാത്തതാണോ? നിങ്ങൾ പറഞ്ഞു വിചാരിച്ച് നിങ്ങൾ പറയുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നാണോ? മന്ത്രി അറസ്റ്റ് ചെയ്തിട്ട് വേണമായിരുന്നു. ശരി ഇടപെടൽ. പക്ഷെ അപ്പോഴും പൊക്കിയോൻ ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റിലാവില്ല എന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടോ ചോദിച്ചപ്പോൾ അങ്ങേക്ക് ഉറപ്പില്ലെന്നാണ് പറഞ്ഞു. അങ്ങത് ഉറപ്പോടുകൂടി കടകംപള്ളിക്ക് ഇതിൽ പങ്കില്ല, കടകംപള്ളി അറസ്റ്റിലാവില്ല എന്നങ്ങ് പറയില്ല. കാര്യത്തിൽ ഞാൻ പറയുന്നില്ല സാർ. അങ്ങ് പറയണം സാർ. ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആർക്കും ഇതിനകത്ത് അല്ല അങ്ങ് പറയണം സാർ. അങ്ങയുടെ പാർട്ടിയുടെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നേതാവാണ് സാർ, നടത്താൻ പാടില്ല, മുൻ മന്ത്രിയാണ് സാർ. ആ മുൻ മന്ത്രിക്ക് ക്ഷേത്രക്കൊള്ളയിൽ പങ്കില്ല എന്നൊരു CPM വക്താവ് എന്നൊരു അങ്ങ് പറയണം സാർ. അങ്ങനെ കഴിയണോ അതിന്? അവർക്ക് ഇലക്ട്രൽ ബോണ്ടിന്റെ പൈസ കിട്ടുന്നില്ല സാർ. അവർക്ക് ഇന്ത്യയിലെ കമ്പനികളിൽ നിന്ന് പൈസ കിട്ടുന്നില്ല സാർ. അവരങ്ങനെ പൈസ വാങ്ങിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അങ്ങ് ആർജവത്ത് ഉറപ്പോടെ പറയണം. ഞങ്ങളുടെ നേതാവ് നമ്മുടെ മുൻ മന്ത്രി കടകംപള്ളിക്ക് ക്ഷേത്രക്കൊള്ളയിൽ പങ്കില്ല, അതുകൊണ്ട് ഒരു അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചങ്ങ് പറയാൻ അങ്ങ് ബാധ്യസ്ഥനാണ്. അങ്ങേക്ക് അത് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കഴിയുക? ഈ പാനലിൽ വേറെ ആരെങ്കിലും പറയൂ? അല്ല സാർ, അല്ല, ഞാൻ എന്നെ കൊണ്ട് നിങ്ങൾ അത് പറയിപ്പിക്കണ്ട. എന്നെ കൊണ്ട് തൽക്കാലം അത് പറയിപ്പിക്കണ്ട. നാളെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ എന്നെ കൊണ്ട് എന്തിനാ അത് പറയിപ്പിക്കുന്നേ? അങ്ങനെ ഞങ്ങളുടെ അദ്ദേഹത്തിൽ ഉൾപ്പെടെ യാതൊരു കാര്യത്തിൽ ഉറപ്പില്ല എങ്കിൽ പിന്നെ ഉറപ്പിന്റെ ആ വാക്ക് അങ്ങയുടെ കയ്യിൽ ഇരിക്കട്ടെ, ശ്രീ ഹാഷ്മിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. നാളെ അറസ്റ്റ് ചെയ്യോ ഇല്ലയോ ചോദ്യം ചെയ്യില്ലോ എന്ന് ഞാൻ പറയത്തില്ല സാർ. അതിരിക്കട്ടെ സാർ. ഹാഷ്മി, നാളെ ഒരാളെ അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് ഞാനിപ്പോ പറയുന്നില്ല. എനിക്ക് പറയാൻ കഴിയാവുന്ന ഒരു കാര്യമുണ്ട്. CPIM-മായി ബന്ധപ്പെട്ട് LDF-മായി ബന്ധപ്പെട്ട ഒരാളും അഴിമതി നടത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമല്ല ഞങ്ങളുടേത്. ആ പൈസയായിട്ട് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ അവർ വരികയും വേണ്ട. നിങ്ങൾക്ക് അനധികൃതമായി കിട്ടിയ 10 പൈസയായിട്ട് CPM-ന്റെ ഓഫീസിൽ ആരും വരണ്ട. അക്കാര്യത്തിൽ ഞങ്ങൾക്ക് 100% ഉറപ്പാ. കാരണം ഇന്ത്യ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക് അയച്ചു കൊടുക്കുന്ന CSR ഫണ്ട് തിരിച്ചയച്ചു കൊടുക്കുന്നവരാ ഞങ്ങൾ. ഇലക്ട്രൽ ബോണ്ട് പറയാൻ കഴിയില്ല. ആർക്കും പറയാൻ കഴിയില്ല. കാര്യം അന്തരീക്ഷത്തിൽ ആ പേര് കുറെ നാളെ കേൾക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇടക്കാല ഉത്തരവടക്കം നോക്കുമ്പോൾ കടകംപള്ളി അകത്താവില്ല എന്ന് അങ്ങേക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ കുറ്റമല്ല, അങ്ങയുടെ കുറ്റമല്ല. ശരി, ഇടവേള. രാധാകൃഷ്ണ മേനോൻ, CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഒരു മുൻ ദേവസ്വം മന്ത്രി ഈ കേസിൽ പെടില്ല എന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി മറുപടി പറയാൻ സമയം തരണം കേട്ടോ നികേഷ്. പെട്ടെന്ന് പറയോ? അല്ല, വ്യക്തിപരമായിട്ട് എനിക്കതിൽ ഉന്നയിച്ച ആക്ഷേപത്തിന് മറുപടി പറയാൻ സമയം തരണം. പെട്ടെന്ന് പറഞ്ഞേക്കാവോ? ഓക്കെ ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ ഒന്ന് അദ്ദേഹം സൂചിപ്പിച്ചത് ഞാൻ ഏതാണ്ട് MA ബേബി അടുക്കളയിൽ കയറി അഴകിയത് ഞാൻ എൻ്റെ വീട്ടിൽ പാത്രം കഴുകുകയും തുടക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഒറ്റ വ്യത്യാസമുള്ളൂ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അടുത്ത വീട്ടിൽ പോയി ഞാൻ ചെയ്യില്ല. തെരഞ്ഞെടുപ്പ് തോറ്റ് ചെയ്യുമ്പോൾ അടുത്ത വീട്ടിൽ പോയി ചെയ്യില്ല. അതാണ് വ്യത്യാസം. പഴയ കാലത്ത് നിന്ന് വണ്ടി കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ ഈ മോഹൻലാലിന്റെ സിനിമ ഉണ്ടായിരുന്നല്ലോ, തെരഞ്ഞെടുപ്പ് കാലത്ത് കൊച്ചിന്റെ മൂക്കെട്ട് എടുക്കുന്നത്. ചെയ്യരുത്. പറഞ്ഞത് വേണമെങ്കിൽ പറയാം. CPM-ന്റെ ജനറൽ സെക്രട്ടറി പോയി പാത്രം കഴുകി നിങ്ങളെ കൊടുക്കൽ ആരാ പറഞ്ഞത്?
ഇത്രയും അല്ല, നിങ്ങൾക്ക് എവിടെ കിട്ടിയ ഓരോയത്? നിങ്ങൾക്ക് എവിടെ കിട്ടിയ ഓരോ CPM ജനറൽ സെക്രട്ടറി പാത്രം കഴിയുന്നു? നിങ്ങൾക്കൊരു പ്രൈസ് നേരത്തെ പറയാം, അല്ലാതെ അനാവശ്യം പറയുന്നത് ചാനലിൽ വന്നിട്ട്. ചാനലിൽ വന്നിട്ട് അനാവശ്യം പറയുന്നത്. ഇവിടെ പാത്രം CPM ജനറൽ സെക്രട്ടറി ഞാൻ പറഞ്ഞ പോയി പാത്രം അല്ല, CPM ജനറൽ സെക്രട്ടറി വല്ല വീട്ടിൽ പോയി പാത്രം കഴിയും. സ്വന്തം വീട്ടിൽ പാത്രം കഴിവൂ. അല്ല, വല്ല വീട്ടിൽ പോയി അടുക്കളയിൽ പോയി പാത്രം കഴിവൂ. സ്വന്തം പാർട്ടിയിൽ നിന്ന് എന്ത് മര്യാദയായി പറയുന്നത്? നിങ്ങൾക്ക് എവിടെ കിട്ടിയ ഓരോ ആ നാണക്കെട്ടവാദത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ നാണക്കെട്ട ചർച്ച കഴിയുമ്പോൾ ഒന്നുകൂടി കേട്ടു നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അദ്ദേഹം പറയുന്നതാണ് ഞങ്ങൾ അത്തരത്തിലുള്ള പണമൊന്നും മേടിച്ചിട്ടില്ല. ശ്രീ PK ഗോപൻ, മേഘ കൺസ്ട്രക്ഷൻസിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പല കുറി ലക്ഷങ്ങൾ മേടിച്ചില്ലേ? മേഘ കൺസ്ട്രക്ഷൻസിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾ ഉത്തരാഖണ്ഡിലെ ടണൽ തകർത്ത കമ്പനിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ പണം മേടിച്ചിട്ടില്ലേ? നിങ്ങൾ ആരെ പറ്റിക്കുന്നത്? നിങ്ങൾ കള്ളപ്പണം മേടിച്ചിട്ടില്ല. തെളിവ് പുറത്തുവിട് സാർ. നിങ്ങൾ അതിന്റെ തെളിവ് പുറത്തുവിട്. കൃത്യമായിട്ട് രേഖകൾ ഇനി അങ്ങനെ ഉണ്ടെന്ന് CPM BJP ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടിൽ മേടിച്ചതിന്റെ 1000-ലൊന്നും ഉണ്ടാവോ? 1000 ലക്ഷത്തിലൊന്നും ഉണ്ടാവോ? അത് ഇല്ല, താരതമ്യമില്ല. ഞാൻ പറഞ്ഞ BJP ഇലക്ട്രൽ ബോണ്ടുമായി CPM എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെന്ന് ഒരു താരതമ്യമില്ല. നിങ്ങളുടെ മരുമകൻ കൊടുത്തിട്ടുണ്ട് 176 കോടി രൂപ. പ്രിയങ്ക ഗാന്ധിയുടെ ജീവിത പങ്കാളി BJPക്ക് 176 കോടി രൂപ. നമ്മുടെ വിഷയമല്ല, നമ്മുടെ വിഷയം അതേയല്ല. ഇലക്ട്രൽ ബോണ്ടിൽ പോലെ ഞങ്ങൾ പണം മേടിച്ചിട്ടുണ്ട്. ശരി, ഓക്കെ. നിങ്ങൾ ഈ റോഡ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ശരി രാധാകൃഷ്ണൻ, അതാണ് ശരി, അതാ വിഷയം. അതായത് ആ വിഗ്രഹത്തിന്റെ ആദ്യ ഉത്തരവാദിത്തക്കാരനായ തന്ത്രിയെ തള്ളിപ്പറയാൻ നിങ്ങൾ കൂടെ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിഷയത്തിന് നേതൃത്വം കൊടുത്ത പോറ്റിയുടെ വീട്ടിൽ ആ വിഷയത്തിന് നേതൃത്വം കൊടുത്ത പോറ്റിയുമായി ഇവിടെ അവരുടെ മന്ത്രി പഴയ കടകംപള്ളിക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നതിന് മറുപടിയില്ല. ബന്ധമുണ്ടെങ്കിൽ അന്വേഷിച്ചോട്ടെ എന്ന് സഖാവ് പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ ആ ബന്ധമുണ്ട്. ആ ബന്ധമുള്ളത് കൊണ്ട് ആ കാര്യങ്ങൾ പുറത്തു വരുന്നു. ഇത് മാത്രമല്ല, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്ക് ED വന്നപ്പോൾ ഭയങ്കര ആശങ്കയായി. എന്താ പ്രശ്നം? ED ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചപ്പോൾ നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിലും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും ഇതര മേഖലകളിലുമെല്ലാം ധാരാളം കള്ളപ്പണത്തിൻ്റെ ഇൻവോൾവ്മെന്റ് വന്നിരിക്കുന്നു. ഇപ്പോ പോറ്റിയുടെ വസ്തു കണ്ടുകെട്ടിയിരിക്കുന്നു. പോറ്റിയുടെ വസ്തു കണ്ടുകെട്ടാൻ പോകുമ്പോ വാസവൻ എന്തിനാ ആശങ്ക? അല്ല ഞാൻ പറഞ്ഞത് കടകംപള്ളി പോയ വീട് പോറ്റിയുടെ വീട്. പരിശോധിക്കുമ്പോ ആ പരിശോധനയില് അവരുടെ സ്വത്ത് കണ്ടുകെട്ടുമ്പോ ഇപ്പോഴത്തെ മന്ത്രിക്ക് ആശങ്ക. അവിടെയാണ് ഇതിന്റെ വ്യക്തത വരുന്നത്. ഇവിടെ ആവശ്യം എന്താ? CBI അന്വേഷണം വേണം. CBI അന്വേഷണമാണ് ഇവിടെ അനിവാര്യം. ED അന്വേഷണവും അതോട് ചേർന്ന് വേണം. അവിടെ SIT പരിമിതമാണ്. തർക്കമൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ പണം കടത്തിയിട്ടുണ്ടെങ്കിൽ അത് ED തന്നെ അന്വേഷിക്കും. കോടതി പറയും. ശരി, പക്ഷേ ED വരുമ്പോഴേക്ക് തന്ത്രി ഒഴിവാക്കുന്നു. അതാണല്ലോ പൊളിറ്റിക്കൽ പ്രശ്നം. ഞാൻ പറഞ്ഞ EDയെ പറ്റി എപ്പോഴും വരുന്ന രാഷ്ട്രീയ സംശയം അതാണ്. തന്ത്രി ഒഴിവാക്കുന്നു, തന്ത്രി മാത്രം ഒഴിവാക്കും, ബാക്കി എല്ലാവരും ചോദ്യം ചെയ്യും. അതാ പ്രശ്നം. അത് ശരി. അത് ഈ പറഞ്ഞ സെലക്റ്റീവ് ആവുമ്പോഴാണ് EDയുടെ ആഗമനത്തിലുള്ള സംശയം ഉണ്ടാവുന്നത്. പോട്ടെ, അത് വിട്ടേക്കൂ. എന്തായാലും അന്വേഷണം നടക്കട്ടെ. ഇനി ഒരുപാട് അന്വേഷണം നടക്കാനുണ്ട്. അതിലെല്ലാം ഉപരി ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നതാണ്, പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലും ഈ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി.